അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഫോർവേഡ് ചാർജ് പഠിച്ചു അല്ലെ. അതിലൊരു ചെറിയ സംഗതി കൂടി ബാക്കി നിപ്പുണ്ട്. അതാണ് പറയാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ കേസ് ആണ് കേട്ടോ. ഒരു സ്പെഷ്യൽ കേസ് ആണ്. സ്പെഷ്യൽ കേസ് ആണ്. If the supplier receives an amount up to ₹1,000 in excess of the invoice amount, the time of supply for the extra amount shall be the date of issue of invoice. അതായത് ഒരു സപ്ലൈ നടക്കുമ്പോൾ സപ്ലയർക്ക് ഇൻവോയ്സ് വാല്യൂവിലും കൂടുതൽ എമൗണ്ട് റിസീവ് ചെയ്യേണ്ട സാഹചര്യം വരികയാണ്. ഒരു സപ്ലൈ നടക്കുമ്പോൾ സപ്ലയർക്ക് ബയറിൽ നിന്ന് ഇൻവോയ്സ് വാല്യൂയിലും കൂടുതൽ എമൗണ്ട് റിസീവ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ പറയുന്നത്. ആ ഒരു എക്സസ് എമൗണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും 1000-ൽ കൂടുന്നില്ല, 1000-ലും കൂടുന്നില്ല. ആ ഒരു എക്സസ് എമൗണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും 1000-ൽ കൂടുന്നില്ല. സോ ആ സിറ്റുവേഷനിൽ ടൈം ഓഫ് സപ്ലൈ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഇവിടെ അസസിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ആ എൻറ്റയർ വാല്യൂ റിസീവ് ചെയ്യുന്ന ആ ഒരു ഡേറ്റ് അത് നിങ്ങൾക്ക് ടൈം ഓഫ് സപ്ലൈഡ് എടുക്കാം. എക്സാമ്പിൾ പറയാം കേട്ടോ. അതുമല്ലെങ്കിൽ ആ എക്സസ് വരുന്ന വാല്യൂ നെക്സ്റ്റ് ഇൻവോയ്സ് എന്നാണോ ഇഷ്യൂ ചെയ്യുന്നത് അന്ന്, നെക്സ്റ്റ് ഇൻവോയ്സ് എന്നാണോ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് അത് ടൈം ഓഫ് സപ്ലൈഡ് എടുക്കാം. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോണേ. If a supplier has received an amount of ₹1,500, ഒരു സപ്ലയർ 1500 രൂപ ഒരു റെസിപ്പിയന്റിൽ നിന്ന്, ഒരു ബയറിൽ നിന്ന് റിസീവ് ചെയ്തിരിക്കുന്നു. അതിന്റെ ഇൻവോയ്സ് വാല്യൂ, ശരിക്കുമുള്ള ഇൻവോയ്സ് വാല്യൂ എന്ന് പറയുന്നത് 1100 രൂപയാണ്. 1100 രൂപയാണ് ശരിക്കുള്ള വാല്യൂ, ഇൻവോയ്സ് വാല്യൂ. പക്ഷെ 1500 ആണ് റിസീവ് ചെയ്തിരിക്കുന്നത്. അതായത് 400 രൂപ എക്സസ് ആയിട്ട് റിസീവ് ചെയ്തിരിക്കുന്നു. ദിസ് ഈസ് ലെസ് ദാൻ 1000 അല്ലെ. 1000-നകത്താണല്ലോ, അതാണ് നമ്മുടെ ലിമിറ്റ്. എക്സസ് വരുന്ന വാല്യൂ ഒരിക്കലും 1000-ൽ കൂടാൻ പാടില്ല, 1000-നകത്തായിരിക്കണം. സോ ഈ 400 രൂപയുടെ ടൈം ഓഫ് സപ്ലൈ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇയാള് ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് എന്നായിരുന്നു? 25/7/17 അതായത് ഈ 1500 എക്സസ് എമൗണ്ടിനോട് കൂട്ടിയിട്ടുള്ള 1500 റിസീവ് ചെയ്യുന്നത് 25/7/17 വേണമെങ്കിൽ ഈ 400 രൂപയുടെ ടൈം ഓഫ് സപ്ലൈയും ഇതായിട്ട് നമുക്ക് എടുക്കാം, 25/7/17 എടുക്കാം. അല്ലെങ്കിലോ നെക്സ്റ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന സപ്ലൈ എന്നാണോ നടക്കുന്നത്, ആ റെസിപ്പിയന്റിന് അടുത്ത ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട സാഹചര്യം എപ്പോഴാണോ ഉണ്ടാവുന്നത്, ആ സപ്ലൈ എപ്പോഴാണോ നടക്കുന്നത്, ആ ഡേറ്റ് എന്തായിക്കൊള്ളുക? ഈ 400 രൂപയുടെ ടൈം ഓഫ് സപ്ലൈ ആയിക്കോളുക. നെക്സ്റ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് എന്നാ? 14/8/17 ആണ്. സോ ആ ഡേറ്റ് നമ്മൾ നെക്സ്റ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കും. പറഞ്ഞ മനസ്സിലായോ? ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോളൂ. ഒന്നുകൂടി പറയാമേ, നോക്കിയിരുന്നോ. ഇവിടെ സപ്ലയർ ഒരു റെസിപ്പിയന്റിൽ നിന്ന് 1500 രൂപ റിസീവ് ചെയ്യാണ്. ശരിക്കും അതിന്റെ ഇൻവോയ്സ് വാല്യൂ എന്ന് പറയുന്നത് 1100 രൂപയേ ഉള്ളൂ. റിസീവ് ചെയ്യുന്നത് 25/7/17 അപ്പൊ ഇവിടെ എത്രയാണ് എക്സസ് റിസീവ് ചെയ്യുന്നത്? 400 രൂപ എക്സസ് റിസീവ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും 1000-ൽ കൂടുതലാവുന്നില്ല, അപ് ടു 1000 ആണ് എക്സസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ 400 രൂപയുടെ ടൈം ഓഫ് സപ്ലൈ കാണുന്നതാണ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. 400 രൂപയുടെ ടൈം ഓഫ് സപ്ലൈ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 1500 റിസീവ് ചെയ്യുന്ന ആ ഒരു ഡേറ്റ്, ആ ഒരു ഇൻവോയ്സ് ഡേറ്റ് എന്തായിട്ട് എടുക്കാം? ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കാം. അത് ഓപ്ഷനാണ്, SSCയുടെ ഓപ്ഷനാണ് ഏതെടുക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ഇതേ റെസിപ്പിയന്റിന് അടുത്ത ഇൻവോയ്സ് എന്നാണോ ഇഷ്യൂ ചെയ്യുന്നത് ആ ഡേറ്റ്, 14/8/17. ഓക്കെ, ഇതിൽ ഏത് വേണമെങ്കിലും അയാൾക്ക് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കാം. ക്ലിയർ ആയോ എന്ന് പറഞ്ഞേ. ക്ലിയർ ആയെങ്കിൽ മാത്രമേ പറയാവൂ ക്ലിയർ ആയത്. ക്ലിയർ ആണോ? യെസ്. അനഘ, അനന്തു. ഓക്കെ, ഫൈൻ. അനന്തു, ഓക്കെ.
എന്തെങ്കിലും ബ്രേക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ റെക്കോർഡിങ്സ് ഞാൻ അയച്ചു തരാം കേട്ടോ. റെക്കോർഡിങ്സിൽ സ്ക്രാച്ച് ഒന്നും ഉണ്ടാവില്ല, ബ്രേക്ക് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു. അത് അപ്പൊ ഓർമ്മയിലിരിക്കുക. ഇത് മേ ബി ചോദിച്ചേക്കാം, എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ സെക്ഷൻ 12 സബ്സെക്ഷൻ 3 നമ്മൾ പഠിക്കാൻ പോകണം. എന്താണ്? ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് അണ്ടർ റിവേഴ്സ് ചാർജ്. വളരെ ഇമ്പോർട്ടന്റ്. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഫോർവേഡ് ചാർജ് പഠിച്ച അത്രയും കോൺസ്റ്റന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഡയറക്റ്റ് ആണ് ഡേറ്റുകളൊക്കെ തരിക. നമുക്ക് ഒരു ഒറ്റ സംഗതി മാത്രമേ ഉള്ളൂ, ഒരു ഡേറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. തരില്ല, നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. എന്താണ് റിവേഴ്സ് ചാർജ് എന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്താണ് റിവേഴ്സ് ചാർജ്? എന്താണ് റിവേഴ്സ് ചാർജ്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തോന്നുന്നു. ഒരു സപ്ലയർ, ഞാനൊരു സപ്ലയർ ആണ്, ഞാൻ രജിസ്റ്റേർഡ് ആണ്, ഞാൻ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ ഞാനാണ് GST ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടത്. റെസിപ്പിയന്റ് ആണ് GST ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടത്. അതിനെയാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ആവുന്ന ചോദ്യമാണെന്ന്, അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആവുന്ന പ്രോബ്ലം ആണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയും ഇന്ന ആള് അൺരജിസ്റ്റേർഡ് സപ്ലൈയിൽ നിന്ന് സാധനം വാങ്ങുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏതാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണ് എന്നുള്ളത് മനസ്സിലാവും. ഒരാള് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാള് അൺരജിസ്റ്റേർഡ് സപ്ലൈയിൽ നിന്ന് സാധനം വാങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്തോണം ഏതാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണ്. ഓക്കെ. അപ്പൊ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ എങ്ങനെയാണ് ടൈം ഓഫ് സപ്ലൈ കാണുന്നത്, ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് കാണുന്നത്? ഏർലിയസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഡേറ്റ്സ്. ഏതൊക്കെ ഡേറ്റുകളാണ്? ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ഗുഡ്സ്, എന്നാണോ നമ്മൾ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് ആ ഡേറ്റ്. അതുമല്ലെങ്കിൽ ഡേറ്റ് ഓഫ് പേയ്മെന്റ്. ഇവിടെ വേറെ സംഗതികളൊന്നുമില്ല, അഡ്വാൻസോ കാര്യങ്ങളോ കുറച്ചൊക്കെ ഒന്നുമില്ല. ഡേറ്റ് ഓഫ് പേയ്മെന്റ്. ദെൻ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 31st ഡേ. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 31st ഡേ. ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസിന്റെ കേസിൽ അത് 61st ഡേ ആയിട്ട് മാറും. ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങളിപ്പോ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഇപ്പൊ നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഏതൊക്കെ ഡേറ്റുകളാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്? ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ഗുഡ്സ്, ഗുഡ്സ് റിസീവ് ചെയ്ത ഡേറ്റ്, പേയ്മെന്റ് നടത്തിയ ഡേറ്റ്, പിന്നെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് അല്ല, അതാണ് നമുക്ക് തരുന്നത്. ഇവിടെ പ്രോബ്ലത്തിൽ നമുക്ക് അത് തരും. അത് എന്തിനു വേണ്ടിയിട്ടാ? 31st ഡേ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 31st ഡേ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് തരുന്നത്. ഈ 3 ഡേറ്റുകളിൽ ഏതാണോ ഏർലിയർ അതാണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് അണ്ടർ റിവേഴ്സ് ചാർജ്. 3 ഡേറ്റുകൾ ഏതാണോ ഏർലിയർ. ഓക്കെ. ഇനി ഈ 3 കേസിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, 3 ഡേറ്റുകൾ നമുക്ക് അവൈലബിൾ അല്ല എങ്കിൽ എന്നാണോ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി ചെയ്ത ഡേറ്റ്, സോ അത് എന്തായിട്ട് എടുത്തോളുക? ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് എടുത്തോളുക. അങ്ങനെ പ്രോബ്ലം വരാറില്ല. മിക്കതും ഈ 3 ഡേറ്റുകൾ കമ്പയർ ചെയ്ത് ഏർലിയർ എടുത്ത് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് കണ്ടുപിടിക്കാനാണ് മിക്കപ്പോഴും ചോദിക്കാറുള്ളത്. തിയറി ക്ലിയർ ആണോ? തിയറി ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. തിയറി ക്ലിയർ ആണോ എന്ന് പറയും. മോർ ദാൻ 1000 ആണല്ലോ. ഏതാടാ? ഏതിന്റെ ആടാ? മറ്റേ കേസാണോ? തൊട്ട് മുന്നത്തെ കേസ് മറ്റേ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്താണോ? അതന്നെ. മോർ ദാൻ 1000 ആണെങ്കിൽ ഓപ്ഷൻ ഒന്നുമില്ല. എന്നാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് ആ ഡേറ്റ്. അതായത് ആദ്യത്തെ ആ ഒരു 1500 റിസീവ് ചെയ്യില്ലായിരുന്നോ? 1500 ആ ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ. ഓക്കെ. അതായത് 25/7 തോന്നുന്നു. 25/7 ആയിരുന്നു അത്. 1500 റിസീവ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ തിയറി ക്ലിയർ ആണോ? റിവേഴ്സ് ചാർജ്, ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് അണ്ടർ റിവേഴ്സ് ചാർജ് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറഞ്ഞേ. ഓക്കെ, ക്ലിയർ ആണ്. ശരി. അപ്പൊ നമുക്ക് നോക്കാം, പ്രോബ്ലം നോക്കാവേ. മിസ്റ്റർ എ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. മിസ്റ്റർ എ രജിസ്റ്റേർഡ് പേഴ്സൺ റിസീവ്ഡ് ഗുഡ്സ് ഫ്രം മിസ്റ്റർ ബി
ആൻ അൺരജിസ്റ്റേർഡ് ഡീലർ. കണ്ടോ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആണോ. പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ പ്രത്യേകം തന്നിട്ടുണ്ട്, എങ്കിൽ പോലും ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എ എന്ന് പറയുന്ന ആള് രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അയാള് ഗുഡ്സ് റിസീവ് ചെയ്യുന്നു. ആരിൽ നിന്നാണ് ഗുഡ്സ് റിസീവ് ചെയ്യുന്നത്? മിസ്റ്റർ ബി. പുള്ളി ഒരു അൺരജിസ്റ്റേർഡ് ഡീലർ ആണ്. സോ റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ. മിസ്റ്റർ ബി ഇഷ്യൂ ഇൻവോയ്സസ് ഓൺ 1st ജൂലൈ. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് നമുക്ക് എന്തിനോ തന്നിട്ടുണ്ട്. എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നിരിക്കുക. അത് എന്തിനാ? അത് എന്തിനാ? പറ നിങ്ങൾ പറ. ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ നമുക്ക്? ഡയറക്ട്ലി അതിന്റെ ആവശ്യമുണ്ട്. എന്ത് കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്? റിവേഴ്സ് ചാർജിലാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്? പറ വേഗം. എത്രാമത്തെയോ ഡേ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അത് നമുക്ക് കമ്പാരിസൺ നടത്താൻ ആവശ്യമുണ്ട്. ഡേറ്റുകളെ കമ്പയർ ചെയ്യാൻ ആവശ്യമുണ്ട്. അത് തന്നെ 31st ഡേ. വെരി ഗുഡ്. 31st ഡേ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റ് തന്നിരിക്കുന്നത് അല്ലെ? ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഒരു 4 കേസസ് ഉണ്ട്. 4 കേസസിലെ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ചെയ്യാം. ഫസ്റ്റ് കേസിൽ എല്ലാത്തിലും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, എല്ലാ കേസിലും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് 1st ജൂലൈ തന്നെയാണ്. മിസ്റ്റർ എ റിസീവ്ഡ് ഗുഡ്സ് ഓൺ, ഫസ്റ്റ് കേസ് എടുക്കുകയാണ്. ഫസ്റ്റ് കേസ് മിസ്റ്റർ എ റിസീവ്ഡ് ഗുഡ്സ് ഓൺ 15th ജൂലൈ. അതായത് റെസീപ്റ്റ് ഓഫ് ഗുഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. റെസീപ്റ്റ് ഓഫ് ഗുഡ്സ് 15th ജൂലൈ. പേയ്മെന്റ് ഓഫ് വിച്ച് ഈസ് നോട്ട് മെയ്ഡ് യെറ്റ്. പേയ്മെന്റ് അടച്ചിട്ടില്ല. സോ ഡേറ്റ് ഓഫ് പേയ്മെന്റ് നോട്ട് പെയ്ഡ് എന്ന് നിങ്ങൾ എഴുതുക. പിന്നെ നമുക്ക് ഒരു ഡേറ്റ് കൂടെ വേണം. ഏത് ഡേറ്റാ? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 31st ഡേ. ഏതാണെന്ന് നിങ്ങൾ പറ. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 31st ഡേ എത്രയാന്ന് പറ. കാൽക്കുലേറ്റ് ചെയ്തോ. പോരട്ടെ, പറഞ്ഞു. ആരാന്ന് വെച്ചാൽ പറഞ്ഞു. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് 1st ജൂലൈയിലാണ്. അത് കഴിഞ്ഞിട്ടുള്ള 31ാമത്തെ ദിവസം ഏതാണെന്ന് എന്നോട് പറഞ്ഞു. 31st ഡേ. ഫസ്റ്റ് ഓഗസ്റ്റ് ആണോ? ഫസ്റ്റ് ജൂലൈ ആണെങ്കിൽ നെക്സ്റ്റ് 31st ഡേ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഗസ്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഗസ്റ്റ് ആണോ? ശരിയാണല്ലോ കൃഷ്ണപ്രിയ? ഓഗസ്റ്റ് ഫസ്റ്റ്. വെരി ഗുഡ്. ഓഗസ്റ്റ് ഫസ്റ്റ്. അനന്തു ഓഗസ്റ്റ് ഫസ്റ്റ് ആണോ? ഓഗസ്റ്റ് ഫസ്റ്റ്. അതെ, ഓക്കെ, ഫൈൻ. അനഘ പറഞ്ഞോ ഓഗസ്റ്റ് ഫസ്റ്റ്. ഓക്കെ, ശരി. സോ ഓഗസ്റ്റ് ഫസ്റ്റ് നമ്മൾ എഴുതി. അതായത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 31ാമത്തെ ദിവസം. സോ ഇതിലേതാണ് ഏർലിയർ? 15th ജൂലൈ ആണ് ഏർലിയർ. സോ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് 15th ജൂലൈ. സെക്കൻഡ് കേസ് എടുക്കുക. റിസീവ്ഡ് ഗുഡ്സ് ഓൺ 3rd ഓഗസ്റ്റ്. റെസിപ്റ്റ് തന്നിട്ടുണ്ട് 3rd ഓഗസ്റ്റ്. പേയ്മെന്റിന്റെ ഡേറ്റ് തന്നിട്ടുണ്ട് 4th ഓഗസ്റ്റ്. 31st ഡേ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ് 1st ഓഗസ്റ്റ്. കാരണം ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് എല്ലാ കേസിലും 1st ജൂലൈ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആദ്യമേ എല്ലാ കേസിലും 1st ജൂലൈ തന്നെയാണെന്ന് പറഞ്ഞിരുന്നു. സോ കമ്പയർ ചെയ്യുക. ഏതാണ് ഏർലിയർ? 1st ഓഗസ്റ്റ് തന്നെയാണ് ഏർലിയർ. സോ അതാണ് ടൈം ഓഫ് സപ്ലൈ. ഡൗട്ട് ഉണ്ടോ? പറഞ്ഞോ. സെറ്റ് അല്ലേ? സെറ്റ്. ഓക്കെ, അടിപൊളി. എല്ലാരും സെറ്റ് ആണെന്ന് തോന്നുന്നു. എല്ലാരും സെറ്റ്. റിപ്ലൈ ചെയ്യുമ്പോ എല്ലാരും റിപ്ലൈ ചെയ്യണം. നല്ല ഒരു രസമുള്ളൂ. ഓക്കെ, തേർഡ് വൺ. പേയ്മെന്റ് ഡേറ്റ് തന്നിട്ടുണ്ട് 8th ജൂലൈ. നമുക്ക് പേയ്മെന്റ് ഡേറ്റ് വേണമല്ലോ. 8th ജൂലൈ. 8th ജൂലൈ എഴുതിയിട്ടുണ്ട്. ദെൻ റിസീവ്ഡ് ഗുഡ്സ് ഓൺ ദി സെയിം ഡേറ്റ്. 8th ജൂലൈയിൽ തന്നെ ഗുഡ്സ് റിസീവ് ചെയ്യുന്നു. റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് 8th ജൂലൈ തന്നെ. 31st ഡേ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1st ഓഗസ്റ്റ്. ഏതാണ് ഏർലിയർ? 8th ജൂലൈ. രണ്ടെണ്ണം ഉണ്ട്. രണ്ടും 8th ജൂലൈ ആണല്ലോ. സോ 8th ജൂലൈ എടുക്കുക.
ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് 8th ജൂലൈ. സെറ്റാണോ? സെറ്റാണോ? പറഞ്ഞോ. 8th ജൂലൈ. ഓക്കെ, ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് അല്ലേ? ഓക്കെ, നാലാമത്തെ കേസ്. റെസിപ്റ്റ് വന്നിട്ടുണ്ട് 10th ജൂലൈ. റെസിപ്റ്റ് റിസീവ് ചെയ്തിരിക്കുന്നത് 10th ജൂലൈ. റിസീവ് ചെയ്തിരിക്കുന്നത് 10th ജൂലൈ. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? പേയ്മെന്റ് 9th ജൂലൈയിലാണ്. പേയ്മെന്റ് 9th ജൂലൈയില്. 31st ഡേ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 1st ഓഗസ്റ്റ്. സോ ഏതാ ഇയർലിയർ? 9th ജൂലൈ അല്ലേ? 9th ജൂലൈ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് 9th ജൂലൈ. സിമ്പിൾ സാധനം. എന്താ പ്രശ്നം? എന്താ വിഷയം? ഒരു പ്രശ്നമില്ല. 31st ഡേ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ മാത്രമാണ് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ഡേറ്റ് മാറിപ്പോകാൻ ചാൻസ്. ഡേറ്റ് മാറിപ്പോവരുത്. മാറിപ്പോയാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ തെറ്റിപ്പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. 31st ഡേ കണ്ടുപിടിക്കുമ്പോൾ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് റിവേഴ്സ് ചാർജില് 31st ഡേ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസിൽ റിവേഴ്സ് ചാർജില് 61st ഡേ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയാലോ? പോകാം എന്ന് പറയും. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാമോ? എങ്കിൽ പോകാം എന്ന് പറയൂ. പോകാം. ഓക്കെ, ശരി ശരി ശരി. ഓക്കെ, അടിപൊളി അടിപൊളി. ഉഷാറാണ്, എല്ലാവരും ഉഷാറാണ്. വളരെ സന്തോഷം. നെറ്റ്വർക്കും ചതിക്കാത്തത് കൊണ്ട് ചതിക്കാതിരിക്കട്ടെ. Determine the time of supply in the following cases, assuming that GST is payable under reverse charge. താഴെ ഒരു കുറച്ച് കേസുകൾ കൊടുത്തിട്ടുണ്ട്. സീരിയൽ നമ്പർ ഒക്കെ ഇട്ട് ഒരു 3-4-5 കേസുകൾ കൊടുത്തിട്ടുണ്ട്. ടൈം ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആണെന്ന് പറയുന്നു. അവർ ഡയറക്റ്റ് തന്നിരിക്കുന്നതാണ്. ഡയറക്റ്റ് തന്നിരിക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ജൂലൈ 1st. ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓഗസ്റ്റ് 10. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് തന്നിട്ടുണ്ട് ജൂൺ 29. എന്തിനാ ഇത് തന്നിരിക്കുന്നത്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്തിനാ തന്നിരിക്കുന്നത്? 31st ഡേ കാൽക്കുലേറ്റ് ചെയ്യാം. 31st ഡേ കാൽക്കുലേറ്റ് ചെയ്യാം. എത്രയാണെന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാമോ? ജൂൺ 29 ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്. അത് കഴിഞ്ഞിട്ടുള്ള 31ാമത്തെ ദിവസം ഏതാണെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ നോക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണല്ലോ അത് തന്നേക്കുന്നത്. അല്ലാതെ അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് നമുക്ക് ഇവിടെ ആവശ്യമില്ല. ആവശ്യമുള്ളത് എന്തിനാ? 31st ഡേ കണ്ടുപിടിക്കാം. ആ 31st ഡേ ആണ് നമുക്ക് കമ്പാരിസൺ ആവശ്യമുള്ളത്. ജൂലൈ 30. എല്ലാവർക്കും ജൂലൈ 30 ആണോ? എല്ലാവർക്കും ജൂലൈ 30 ആണോ? പറഞ്ഞു. ജൂലൈ 30. ഓക്കെ, നോക്കാം. ജൂലൈ 30 അടിപൊളി. ജൂലൈ 30 ആണ്. അതായത് ജൂണിലെ ഒരു ദിവസവും ജൂലൈയിലെ 30 ദിവസം. സോ ജൂലൈ 30. ജൂലൈ 30 റെസിപ്റ്റ് ഓഫ് ഗുഡ്സും, അതായത് 31st ഡേ ആയിട്ടുള്ള ജൂലൈ 30. ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ജൂലൈ 1. ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓഗസ്റ്റ് 10. ഇതിൽ ഏതാ ഏർലിയർ? ഏർലിയർ ഡേറ്റ് ഏതാ? ജൂലൈ. ഏർലിയർ ഡേറ്റ് പറഞ്ഞോ വേഗം. 3 കമ്പയർ ചെയ്യുമ്പോൾ ഏർലിയർ ഏതാ? ജൂലൈ. പോരട്ടെ. ജൂലൈ 1st. ഇതാ ഒരു താമസം പോലെ. ജൂലൈ 1st. അടിപൊളി. ഫസ്റ്റ് കേസിലെ ടൈം ഓഫ് സപ്ലൈ നമ്മൾ കണ്ടുപിടിച്ചു, ജൂലൈ 1st. സെക്കൻഡ് കേസിലേക്ക് പോകാം. സെക്കൻഡ് കേസ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ജൂലൈ 1st. പേയ്മെന്റ് ജൂലൈ 25. ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ജൂൺ 29. 31st ഡേ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ജൂലൈ 30. ജൂൺ 25. ജൂലൈ 1. ഏതാ ഏർലിയർ? ജൂൺ 25. ജൂലൈ 1st, ജൂൺ 25, ജൂലൈ 30. അറിയാതെ പോലും ഇവനെ എടുത്തേക്കരുതേ.
അറിയാതെ പോലും കമ്പാരിസണ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് എടുത്തേക്കല്ലേ, എടുത്താ പോയി. സോ ജൂൺ 25 രണ്ടാമത്തെ കേസിൽ ആൻസർ. അടുത്തത് മൂന്നാമത്തെ കേസ്. അയ്യോ സാറേ ഇവിടെ എന്തോ ഒരു പണി പോലെ, എന്തോ ഒരു പ്രശ്നം പോലെ. നമുക്ക് നോക്കാം. ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ജൂലൈ 1. റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ജൂലൈ 1 ആണ്. കുറച്ച് പേയ്മെന്റ് ജൂൺ 30 കിട്ടിയിട്ടുണ്ട്, കുറച്ച് പേയ്മെന്റ് ജൂൺ 30 കിട്ടിയിട്ടുണ്ട്. ബാക്കി എമൗണ്ട് പേ ചെയ്തിരിക്കുന്നത് ജൂലൈ 20. ബാക്കി എമൗണ്ട് പേ ചെയ്തിരിക്കുന്നത് ജൂലൈ 20. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് ജൂൺ 29. 31st ഡേ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 31st ഡേ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാ? ജൂലൈ 30. ജൂലൈ 30. അപ്പൊ ഈ ജൂലൈ 30 ജൂൺ 30 ആദ്യത്തെ പേയ്മെന്റ് അടച്ച ജൂൺ 30 ജൂലൈ 1 കൂടെ ആദ്യം കമ്പയർ ചെയ്യും. പറഞ്ഞ മനസ്സിലായോ? ആദ്യത്തെ പേയ്മെന്റ് അടച്ച ജൂൺ 30 റെസിപ്റ്റ് ജൂലൈ 1 31st ഡേ ജൂലൈ 30 കൂടെ എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യും. ഏർലിയർ ഏതാ? ജൂൺ 30. സോ ജൂൺ 30 ആണ് ആദ്യത്തെ പാർട്ട് പേയ്മെന്റിന്റെ ടൈം ഓഫ് സപ്ലൈ. ജൂൺ 30 ആണ് ആദ്യത്തെ പാർട്ട് പേയ്മെന്റിന്റെ ടൈം ഓഫ് സപ്ലൈ. എന്നാൽ ജൂലൈ 1, ജൂലൈ 20, ജൂലൈ 30 ബാലൻസ് പേയ്മെന്റിന്റെ ടൈം ഓഫ് സപ്ലൈ നമ്മൾ നോക്കുകയാണ്. ബാലൻസ് പേയ്മെന്റിന്റെ സാഹചര്യം എടുക്കുകയാണ്. സോ അവിടെ ഏതാ ഏർലിയർ? ജൂലൈ 1. സോ ബാലൻസ് പേയ്മെന്റിന്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ ജൂലൈ 1. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? തെറ്റാണോ? വിഷയമുണ്ടോ? പറഞ്ഞാട്ടെ. പറഞ്ഞോ. ഒന്നുകൂടി വേണം. പറയാം. ഒന്നുകൂടെ പറയാം. ഇവിടെ പേയ്മെന്റ് രണ്ടായിട്ടാണ് റിസീവ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതുവരെ നമ്മൾ ചെയ്തു വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെന്റ് രണ്ടായിട്ട് റിസീവ് ചെയ്തിരിക്കുന്നു. റെസിപ്റ്റും 31st ഡേയും നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ആദ്യത്തെ അടവടച്ചതിന്റെ ടൈം ഓഫ് സപ്ലൈ കാണാൻ പോവാം. ആദ്യത്തെ അടവടച്ചതിന്റെ സോ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ആയിട്ട് ജൂൺ 30 എടുക്കാം. സോ ഈ 3 ഡേറ്റ് കൂടി എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. അതിൽ ഏർലിയർ എടുക്കുക. അതാണ് ആദ്യത്തെ കുടിശ്ശികയുടെ ആദ്യത്തെ തവണയുടെ ആദ്യം ഒരു തവണ അടച്ചല്ലോ, ജൂൺ 30 ഒരു പേയ്മെന്റ് അടച്ചല്ലോ, അതിന്റെ ടൈം ഓഫ് സപ്ലൈ. എന്നാൽ ബാക്കി ബാലൻസ് അടയ്ക്കുന്നുണ്ടല്ലോ, ബാലൻസ് ഒരു ജൂലൈ 20 അടയ്ക്കുന്നുണ്ടല്ലോ ബാലൻസ്, അതിന്റെ ടൈം ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാൻ നമ്മൾ ആ ബാലൻസ് അടച്ച ആ ഒരു ഡേറ്റ് ഓഫ് പേയ്മെന്റ് ആയിട്ട് നമ്മൾ എടുക്കുക. ആ ബാലൻസ് എമൗണ്ട് എന്താണോ അടച്ചത് അത് ഡേറ്റ് ഓഫ് പേയ്മെന്റ് ആയിട്ട് എടുക്കുക. സോ ജൂലൈ 1, ജൂലൈ 20, ജൂലൈ 30. സോ ജൂലൈ 1 ആണ് ഏർലിയർ. അത് നമ്മൾ ബാലൻസ് പേയ്മെന്റിന്റെ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കും. ഇപ്പോഴോ? ഓക്കെ. വിഷപ്രിയ, അനഘ, അനന്തു ഓക്കെ ആണ്? ശരി, ഉറപ്പാണേ? അടുത്തതിലേക്ക് പോട്ടെ, അടുത്തതിലേക്ക് പോകട്ടെ. ഓക്കെ, അടുത്ത കേസ് നോക്കാം. നാലാമത്തെ ജൂലൈ 5 ആണ് റെസിപ്റ്റ് വന്നിരിക്കുന്നത്, റിസീവ് ചെയ്തിരിക്കുന്നത്. പേയ്മെന്റ് ഈസ് entered in the books of accounts on June 30 and debited recipient's bank account on June 26. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 ഡേറ്റുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. പേയ്മെന്റ് ആയിട്ട് 2 ഡേറ്റുകളാണ് തന്നിരിക്കുന്നത്. ഏതെടുക്കണം പറയും? ഏതെടുക്കണം? പേയ്മെന്റിൽ 2 ഡേറ്റ് എൻട്രിയും തന്നിരിക്കുകയാണ്, ക്രെഡിറ്റ് ആവുന്ന ഡേറ്റ് തന്നിരിക്കുകയാണ്. ഏതാ എടുക്കേണ്ടത്? അതിൽ ഏതിനാണ് നമ്മൾ ഈ പൊക്കേണ്ടത്? ഏർലിയർ അല്ലെ? ആ 2 ഡേറ്റുകളിൽ ഏതാണോ ഏർലിയർ? ജൂൺ 30 ആണോ ജൂൺ 26 ആണോ ഏർലിയർ? സോ ജൂൺ 26 നമ്മൾ ഇങ്ങനെ എടുത്തോളുക. എന്നെ നിങ്ങൾ അവനെ മൈൻഡ് ചെയ്താൽ മതി. ജൂലൈ 5ഉം ജൂൺ 26ഉം അതുപോലെ 31st ഡേ ആയിട്ടുള്ള ജൂലൈ 30ഉം കമ്പയർ ചെയ്യും.
ജൂലൈ 5 ജൂൺ 26 ജൂലൈ 30. ഏതാണ് ഏർലിയർ? ജൂൺ 26 ആണ് ഏർലിയർ. സോ അതാണ് ടൈം ഓഫ് സപ്ലൈ. പറഞ്ഞ മനസ്സിലായോ? പേയ്മെന്റ് എൻട്രിയുടെ ഡേറ്റ് തന്നിട്ടുണ്ട്, ക്രെഡിറ്റ് ആവുന്ന ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏർലിയർ ആദ്യം പൊക്കണം. ആ പൊക്കിയവനെ വെച്ച് വേണം നമ്മൾ കമ്പയർ ചെയ്യാൻ ബാക്കിയുള്ള ഡേറ്റ്സുമായിട്ട്. സോ ജൂൺ 30 ജൂൺ 26 കൂടെ കമ്പയർ ചെയ്തപ്പോ നമുക്ക് ഏത് കിട്ടി? ക്ഷണ ജൂൺ 26 ആണ് അവിടെ ഏർലിയർ എന്നുള്ളത് മനസ്സിലായി അല്ലെ? സോ അവനെ നമ്മളിങ്ങി തൂക്കി. ജൂൺ 26 ജൂലൈ 5 ജൂലൈ 30 കൂടെ കമ്പയർ ചെയ്തു. ജൂൺ 26 ആണ് അതിൽ ഏർലിയർ എന്നുള്ളത് മനസ്സിലായി. അതാണ് ടൈം ഓഫ് സപ്ലൈ. പ്രശ്നമുണ്ടോ? ക്ലിയർ അല്ലേ? എനി പ്രോബ്ലം? എനി ഇഷ്യൂസ്? ക്ലിയർ. ഓക്കെ. ലാസ്റ്റ് കേസ് നോക്കാം. ഓക്കെ, അഞ്ചാമത്തെ കേസിൽ റെസിപ്റ്റ് August 1, പേയ്മെന്റ് August 10, 31st ഡേ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, ജൂലൈ 30. August 1, August 10, ജൂലൈ 30. ഏതാണ് ഏർലിയർ? ജൂലൈ 30. 31st ഡേ ജൂലൈ 30. അതാണ് ഏർലിയർ. ടൈം ഓഫ് സപ്ലൈ കിട്ടിയല്ലോ എല്ലാവർക്കും? റിവേഴ്സ് ചാർജ് ഇത്രേ ഉള്ളൂ. റിവേഴ്സ് ചാർജ് കഴിഞ്ഞു. ഇതിൽ കൂടുതലൊന്നും ചോദിക്കില്ല. റിവേഴ്സ് ചാർജ് ഓക്കെ ആണോ? ക്ലിയർ ആയി എല്ലാവർക്കും? നമുക്ക് അടുത്തൊരു സ്പെഷ്യൽ കേസിലേക്ക് പോവാം. ഒരു സ്പെഷ്യൽ കേസ്, ഇടയ്ക്കൊരു സ്പെഷ്യൽ കേസ് കൂടെ പഠിക്കണമല്ലോ. എല്ലാം നേരായ വഴിക്ക് പോയാൽ പോരല്ലോ, സ്പെഷ്യൽ കേസ് വേണം. ഇനി നമുക്ക് നോക്കാം എന്താണ് സ്പെഷ്യൽ കേസ്. സ്പെഷ്യൽ കേസ് സെക്ഷൻ 13 subsection 6. The time of supply, to the extent it relates to an addition in the value of supply by way of interest, late fee or penalty for delayed payment of any consideration, shall be the date on which the supplier receives such addition in value. ഒന്നും മനസ്സിലായില്ലല്ലേ? ഒന്നുകൂടി വായിക്കും. വാല്യൂ ഓഫ് സപ്ലൈയുടെ കൂടെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുകയോ ലേറ്റ് ഫീ റിസീവ് ചെയ്യുകയോ എന്തെങ്കിലും പെനാൽറ്റി റിസീവ് ചെയ്യുകയോ ചെയ്യുമ്പോഴുള്ള സാഹചര്യമാണ് ഇവിടെ. അതാണ് ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത്. അതാണ് സപ്ലയറിൽ നിന്ന്, അല്ലെങ്കിൽ സപ്ലയർക്ക് നമ്മുടെ ബയർ എന്ത് ചെയ്യുന്നു? വാല്യൂ ഓഫ് സപ്ലൈ കൊടുക്കുന്നു, പേയ്മെന്റ് കൊടുക്കുന്നു. ആ പേയ്മെന്റിനോടൊപ്പം ചിലപ്പോൾ ഇൻട്രസ്റ്റ്, അതായത് താമസിച്ച് പോയത് കൊണ്ട്, പേയ്മെന്റ് അടയ്ക്കാൻ താമസിച്ച് പോയത് കൊണ്ട് ചിലപ്പോൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ലേറ്റ് ഫീ പേ ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പെനാൽറ്റി എക്സ്ട്രാ ആയിട്ട് പേ ചെയ്യേണ്ടി വന്നേക്കാം. സോ ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൽറ്റി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് സപ്ലയറിന് വരുവാണ്. സോ അതിന്റെ ടൈം ഓഫ് സപ്ലൈ എത്രയാണെന്നുള്ളതാണ്, ഏത് ഡേറ്റ് ആണെന്നുള്ളതാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പറഞ്ഞ മനസ്സിലായല്ലോ? സപ്ലയർ റെസിപ്പിയന്റിൽ നിന്ന് വാല്യൂ ഓഫ് സപ്ലൈയുടെ ഒപ്പം അഡീഷണൽ ആയിട്ട് ഇൻട്രസ്റ്റോ ലേറ്റ് ഫീയോ പെനാൽറ്റിയോ റിസീവ് ചെയ്യുകയാണെങ്കിൽ ആ റിസീവ് ചെയ്യുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ അതിന്റെ ടൈം ഓഫ് സപ്ലൈ എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാണോ ആ എമൗണ്ട് റിസീവ് ചെയ്യുന്നത്, എന്നാണോ ആ ഒരു അഡീഷണൽ എമൗണ്ട്, ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, ലേറ്റ് ഫീ ആയിക്കോട്ടെ, പെനാൽറ്റി ആയിക്കോട്ടെ, എന്നാണോ സപ്ലയർ ആ എമൗണ്ട് റിസീവ് ചെയ്യുന്നത്, ആ എമൗണ്ട് ആണ്, ആ ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ. എന്നാണോ സപ്ലയർ ആ ഒരു എക്സ്ട്രാ എമൗണ്ട് പേയ്മെന്റ് റിസീവ് ചെയ്യുന്നത്, ആ ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ. എക്സാമ്പിൾ നോക്കാം. കൺസെപ്റ്റ് പ്രോബ്ലം ആണ്. Mr. X supplied goods for 50,000 to its customers. നമ്മുടെ എക്സ് അവരുടെ കസ്റ്റമേഴ്സിന് 50,000 രൂപയുടെ ഗുഡ്സ് സപ്ലൈ ചെയ്യാണ്. മിസ് ദിയാന, കസ്റ്റമറിന്റെ പേര് മിസ് ദിയാന എന്നാണ്. 1st ജാനുവരിയിലാണ് ഈ ഒരു സപ്ലൈ നടക്കുന്നത്. ഓൺ ദ കണ്ടീഷൻ ദാറ്റ് പേയ്മെന്റ് ഫോർ ദ സെയിം വിൽ ബി മെയ്ഡ് വിതിൻ എ വീക്ക്. അപ്പോൾ ഗുഡ്സ് വിറ്റെങ്കിലും ഇതിന്റെ പേയ്മെന്റ് ഒരാഴ്ചക്കകം കൊടുത്തോളാമെന്നാണ് ദിയാന പറയുന്നത്. 50,000 രൂപയുടെ ഗുഡ്സ് വിൽക്കുന്നു, പക്ഷെ പൈസ ദിയാന കൊടുത്തിട്ടില്ല. ദിയാന പറയുകയാണ്, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എന്ത് ചെയ്തോളാം, ഇതിന്റെ പേയ്മെന്റ് തന്നോളാം. However, Miss Diana made payment for the said goods on 2nd February. നിങ്ങൾ നോക്കി,
1 ജാനുവരി നടന്ന കച്ചവടത്തിന്റെ കാശ് തരാമെന്ന് പറഞ്ഞത് വിതിൻ 1 വീക്ക് ആണ്. വിതിൻ 1 വീക്ക് മിസ് ദിയാന കാശ് കൊടുക്കാന്ന് പറഞ്ഞാണ്. പക്ഷെ ഇയാൾ എന്നാ കൊടുക്കുന്നത്? ഈ പെണ്ണുമ്പിള്ള എന്നാ കൊടുക്കുന്നത്? അടുത്ത മാസമാണ് കൊടുക്കുന്നത്. അതായത് 15 ദിവസം കഴിഞ്ഞിട്ടാണ്, സോറി 15 അല്ല, 7 ദിവസം കഴിഞ്ഞിട്ടാണ്, ഒരു വീക്കും കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്, ഒരു മാസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും അല്ലെ? അപ്പൊ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ട് ഇയാള്, ഒരു 2000 രൂപ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടൈം ഓഫ് സപ്ലൈ വിത്ത് റിഗാർഡ് ടു അഡീഷൻ ഇൻ ദ വാല്യൂ ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ലിയോ ഓഫ് ഡിലേഡ് പേയ്മെന്റ്? അങ്ങനെയാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് വാല്യൂന്റെ ആ ഒരു 2000 രൂപയുടെ ടൈം ഓഫ് സപ്ലൈ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതായിരിക്കും? പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഏതായിരിക്കും? ഏതായിരിക്കും ടൈം ഓഫ് സപ്ലൈ? ഏതായിരിക്കും? പറഞ്ഞോ. ചിലതിന്റെ പേയ്മെന്റ് അടയ്ക്കുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണ്, അതായത് 2 ഫെബ്രുവരിയിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു എക്സ്ട്രാ അടച്ച ഇൻട്രസ്റ്റിന്റെ ടൈം ഓഫ് സപ്ലൈ ഏത് ഡേറ്റ് ആയിരിക്കും? പറഞ്ഞു. വെരി ഗുഡ്, 2 ഫെബ്രുവരി. ആദർശ്, അനന്തു, അടിപൊളി. അന്നല്ലേ ഈ പേയ്മെന്റ് കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എന്നാണോ സപ്ലയർ ആ എമൗണ്ട് റിസീവ് ചെയ്യുന്നത് ആ ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ. ആ ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ. സോ ഇവിടെ അടിപൊളി. The time of supply in respect of interest would be the date on which the supplier has received such an additional consideration. എന്നാണോ ആ അഡീഷണൽ എമൗണ്ട് കൺസിഡറേഷൻ റിസീവ് ചെയ്യുന്നത് ആ ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ, 2 ഫെബ്രുവരി. ക്ലിയർ? അനഘ ഓക്കെ ആണോ? അനഘ, അനഘ ഓക്കെ. ദെൻ അടുത്ത ചോദ്യം. രാധ ട്രേഡേഴ്സ് സോൾഡ് ഗുഡ്സ് ടു ശ്യാം സെയിൽസ് ഓൺ 6th June with a condition that interest at 2% per month will be charged if Shyam Sales failed to make payment within 15 days of the delivery of the goods. രാധ ട്രേഡേഴ്സ് നമ്മുടെ ശ്യാം സെയിൽസിന് കുറച്ച് ഗുഡ്സ് വിൽക്കാം. 6th ജൂണിലാണ് ഇത് വിൽക്കുന്നത്. ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, 15 ദിവസത്തിനകത്ത് ഇതിന്റെ പേയ്മെന്റ് കൊടുത്തില്ലെങ്കിൽ, 15 ദിവസത്തിനകത്ത് പേയ്മെന്റ് കൊടുത്തില്ലെങ്കിൽ 2% ഇൻട്രസ്റ്റ് പെർ മന്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുമെന്ന് രാധ ശ്യാമിനോട് പറയുകയാണ്. രാധ ശ്യാമിന് ഗുഡ്സ് വിറ്റു, പേയ്മെന്റ് കൊടുത്തിട്ടില്ല, വിതിൻ 15 ഡേയ്സ് കൊടുക്കാമെന്നാണ് നമ്മുടെ ശ്യാം പറയുന്നത്. കൊടുത്തില്ല എങ്കിൽ പിന്നീടുള്ള പെർ മന്ത് 2% ഇൻട്രസ്റ്റ് അടയ്ക്കണമെന്ന് രാധ പറയാണ്. ഗുഡ്സ് വെയർ ഡെലിവേർഡ് ആസ് ഓൾസോ ദ ഇൻവോയ്സ് വാസ് ഇഷ്യൂഡ് ഓൺ 6th June. ഗുഡ്സ് ഡെലിവർ ചെയ്തതും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തതും എന്ന് തന്നെയാണ് 6th June തന്നെയാണ്, 6th ജൂണിൽ തന്നെയാണ്. ശ്യാം എന്നാണ് ഇതിന്റെ പേയ്മെന്റ് കൊടുത്തതെന്ന് നോക്കി? 6th ജൂലൈയില് എലോങ് വിത്ത് ആപ്ലിക്കബിൾ ഇൻട്രസ്റ്റ്. 6th ജൂലൈയിലാണ് ഇതിന്റെ കൺസിഡറേഷൻ കൊടുത്തത്. തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരുമല്ലോ, ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്നായിരിക്കും ടൈം ഓഫ് സപ്ലൈ? ആ ഇൻട്രസ്റ്റിന്റെ, ആപ്ലിക്കബിൾ ഇൻട്രസ്റ്റിന്റെ ടൈം ഓഫ് സപ്ലൈ എന്നായിരിക്കും? പറഞ്ഞോ, വേഗം പറഞ്ഞോ, വേഗം പറഞ്ഞോ, വേഗം പറഞ്ഞോ. 6th ജൂലൈ. 6th ജൂലൈ ആൻസർ നോക്കാതെ തന്നെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. 6th ജൂലൈ ആണ് ആൻസർ. അന്നാണ് ആ എമൗണ്ട് പേ ചെയ്യുന്നത്, 6th ജൂലൈയില്. ഒരു മാസം കഴിഞ്ഞിട്ടാണ്, 15 ദിവസം കഴിഞ്ഞിട്ട്, 15 ദിവസത്തിനകത്ത് പേ ചെയ്യണമെന്ന് പറഞ്ഞ ആൾ ഒരു മാസം കഴിഞ്ഞിട്ട് പേ ചെയ്യുമ്പോ 6th ജൂലൈ ആകും ടൈം പേ ചെയ്യുന്ന ഡേറ്റ്, കൺസിഡറേഷൻ അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കബിൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ഡേറ്റ്. ഓക്കെ, സെറ്റ് ആണോ? ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്നിട്ട്. എവിടെങ്കിലും ആർക്കെങ്കിലും ഒന്നുകൂടി പറയണോ? ക്ലിയർ ആണ്. ശരി, അപ്പൊ അത് കഴിഞ്ഞു. അപ്പോ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് കംപ്ലീറ്റ് ആയി. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് നമ്മൾ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് പഠിക്കാനായിട്ട് പോവാണ്. ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് തുടങ്ങിയാലോ? ബ്രേക്ക് ഒന്നും വേണ്ടല്ലോ, സ്റ്റാർട്ട് ചെയ്യാം. ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ്.
ഫോർവേഡ് ചാർജും ഉണ്ട്, റിവേഴ്സ് ചാർജും ഉണ്ട്. ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഫോർവേഡ് ചാർജും ഉണ്ട്, റിവേഴ്സ് ചാർജും ഉണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഫോർവേഡ് ചാർജ് ആണ്. ഫോർവേഡ് ചാർജ് ആണ് പഠിക്കാനായിട്ട് പഠിക്കാം. ഫോർവേഡ് ചാർജിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ അവിടെ നോക്കണം. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് വിതിൻ 30 ഡേയ്സ് ആണോ? അതായത് വർക്ക് കംപ്ലീറ്റ് ആയി, സർവീസ് ആണല്ലോ, സോ വർക്ക് കംപ്ലീറ്റ് ആയി വിതിൻ 30 ഡേയ്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ ടൈം ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ഡേറ്റുകൾ എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് ഇൻവോയ്സ്, ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് പേയ്മെന്റ്, വിച്ച് എവർ ഈസ് ഏർലിയർ. അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇൻവോയ്സ് 30 ദിവസത്തിനകത്ത്, അതായത് പ്രൊവിഷൻ ഓഫ് സർവീസ് കംപ്ലീറ്റ് ആയി 30 ദിവസത്തിനകത്ത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നോക്കും. ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സും ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് പേയ്മെന്റും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. അതിൽ ഏർലിയർ ഡേറ്റ് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് എടുക്കാം. ഇനി സർവീസ് കംപ്ലീറ്റ് ആയി വിതിൻ 30 ഡേയ്സ് എന്ത് ചെയ്യുന്നില്ല, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നില്ല. അതായത് 30 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രൊവിഷൻ ഓഫ് സർവീസും, അതായത് കംപ്ലീറ്റ് ആവുന്ന ഡേറ്റ് ആണ് ഈ പ്രൊവിഷൻ ഓഫ് സർവീസ് എന്ന് പറയുന്നത് കേട്ടോ. പ്രൊവിഷൻ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ആവുന്ന ഡേറ്റ്, കംപ്ലീഷൻ ഓഫ് സർവീസ്. അതും ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് പേയ്മെന്റും കമ്പയർ ചെയ്യുക, ഏർലിയർ എടുക്കുക. ഓക്കെ, രണ്ട് കേസ് മനസ്സിലായോ? ഇൻവോയ്സ് 30 ദിവസത്തിനകത്ത് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റും ഇഷ്യൂ ചെയ്യുന്ന കാറ്റഗറിയും, ദെൻ ഇഷ്യൂ ചെയ്യാത്ത സാഹചര്യം. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിലേ പറയാവേ, ക്ലിയർ ആണെങ്കിൽ പറഞ്ഞോ. അയ്യോ ബ്രേക്ക് ആയോ? ബ്രേക്ക് ആയോ? ഇപ്പോഴോ? ഹലോ സാറേ, എന്നോടൊന്ന് പറയൂ. ഒന്നുകൂടെ പറയാം. ഒന്നുകൂടി പറയാവേ. ബാക്കിയുള്ളവർക്ക് എന്താ അവസ്ഥ? ബാക്കിയുള്ളവർക്ക് ബ്രേക്ക് ആയിരുന്നോ? ഓക്കെ, എന്തായാലും ഒന്നുകൂടെ പറയാൻ പോകണം. ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആണ് പഠിക്കാൻ പോകുന്നത്. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് പഠിക്കാൻ പോവാണ്. ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഫോർവേഡ് ചാർജും ഉണ്ട്, റിവേഴ്സ് ചാർജും. ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഫോർവേഡ് ചാർജും ഉണ്ട്, റിവേഴ്സ് ചാർജും. ഫോർവേഡ് ചാർജ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫോർവേഡ് ചാർജിൽ വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പ്രധാനപ്പെട്ട രണ്ട് ക്ലാസിഫിക്കേഷൻ. ഇവിടെ സപ്ലൈ ഓഫ് സർവീസ് ആയതുകൊണ്ട് തന്നെ സർവീസ് കഴിഞ്ഞ് വിതിൻ 30 ഡേയ്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതാണ് നിങ്ങളുടെ ആദ്യത്തെ ഉത്തരവാദിത്വം, അതാണ് നിങ്ങളുടെ ആദ്യത്തെ ടാസ്ക്. ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസിന്റെ പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വർക്ക് കഴിഞ്ഞ് 30 ദിവസത്തിനകത്ത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് കണ്ടുപിടിക്കാൻ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സും ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് പേയ്മെന്റും കമ്പയർ ചെയ്യുക, ഏർലിയർ എടുക്കുക. ഇനി വർക്ക് കഴിഞ്ഞ് 30 ദിവസത്തിനകത്ത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നില്ല, 30 ദിവസം കഴിഞ്ഞിട്ടാണ് എങ്കിലോ ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ആവുന്ന ഡേറ്റ്, കംപ്ലീഷൻ ഡേറ്റ് ആണ് ഈ പ്രൊവിഷൻ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ. ആ ഡേറ്റ് തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് പേയ്മെന്റും കമ്പയർ ചെയ്യുക, ഏർലിയർ എടുക്കുക. ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസും ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് പേയ്മെന്റും കമ്പയർ ചെയ്യുക, ഏർലിയർ എടുക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. പ്രോബ്ലം ചെയ്യുമ്പോൾ ഉറപ്പാണ്, സീനില്ല. ക്ലിയർ ആണോ? ഈ രണ്ട് സബ് കാറ്റഗറീസ്, ഫോർവേഡ് ചാർജിലെ രണ്ട് സബ് കാറ്റഗറീസ് ക്ലിയർ ആണോ? യെസ്, ഓക്കെ ഫൈൻ. എല്ലാരും പറയണേ. എന്നാലേ എനിക്ക് അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. എവിടെങ്കിലും ഒരാൾക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല മുമ്പോട്ട് പറയുമ്പോഴേ, അതുകൊണ്ടാണ്. ഓക്കെ, ഈ എ ബി സാഹചര്യങ്ങളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എ ബി സാഹചര്യങ്ങൾ നമ്മൾ പഠിച്ചാണ്, അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഒരു ഡാറ്റാസും അവൈലബിൾ അല്ല എങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്നാണോ ഇത്
റെസിപ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ആ ഡേറ്റ് എടുത്തോളൂ. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് മനസ്സിലാവും. ഉഷാറായിട്ടിരിക്കുക, വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കുക. ഫുഡ് ഇപ്പൊ കഴിക്കണ്ട, ഫുഡ് ക്ലാസ് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി. ഞാൻ പ്രോബ്ലം പറഞ്ഞോട്ടെ? തയ്യാറാണോ നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കിയോ, ഞാനത് കാണിച്ചു തരാം. ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയോ, എന്നിട്ട് ഞാൻ കേറുന്നുള്ളൂ പ്രോബ്ലത്തിലേക്ക്. ഓക്കെ, പ്രോബ്ലത്തിലേക്ക് പോകാമെങ്കിൽ പോകാമെന്ന് പറയും. ഓക്കെ, Raju Private Limited receives the order and advance payment on 5th January for carrying out an architectural design job. It delivers the design on 23rd April. By oversight, no invoice is issued at that time, and it is issued much later after the expiry of prescribed period for issue of invoice. When is the time of supply of service? രാജു പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു ഓർഡർ റിസീവ് ചെയ്തിരിക്കുകയാണ്, അതുപോലെ അഡ്വാൻസ് പേയ്മെന്റും റിസീവ് ചെയ്തിട്ടുണ്ട് 5th ജാനുവരിയിൽ. ആർക്കിടെക്ചറൽ ഡിസൈൻ ജോബ് ചെയ്യുന്നതുമായിട്ട്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് രാജു പ്രൈവറ്റ് ലിമിറ്റഡ് ഈ ഒരു അഡ്വാൻസ് റിസീവ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഓർഡർ റിസീവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 5th ജാനുവരിയിലാണ് ആ ഒരു പേയ്മെന്റ് റിസീവ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഡേറ്റ് ഓഫ് പേയ്മെന്റ് 5th ജാനുവരി. ഇറ്റ് ഡെലിവേഴ്സ് ദ ഡിസൈൻസ് ഓൺ 23rd April. അതായത് പ്രൊവിഷൻ ഓഫ് സർവീസ് ആണ് പറഞ്ഞേക്കുന്നത്. അയാള് വർക്ക് കഴിഞ്ഞ് ഡിസൈൻ കൊടുത്ത ഡേറ്റ് പറയുന്നുണ്ട് 23rd April. രാജു പ്രൈവറ്റ് ലിമിറ്റഡ് ആർക്കിടെക്ചറൽ ഡിസൈൻ ഉണ്ടാക്കാനാണല്ലോ ഓർഡർ കൊടുത്തിരുന്നത്. സോ ആ ഒരു ഓർഡർ ക്യാരി ഔട്ട് ചെയ്ത് ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ട്, ഡ്രോയിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഡിസൈൻ ഡെലിവർ ചെയ്യാണ് 23rd April. അതായത് പ്രൊവിഷൻ ഓഫ് സർവീസ് ആണ് 23rd April. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല. ആൻഡ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് മച്ച് ലേറ്റർ. കുറെ നാൾക്ക് ശേഷമാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് പ്രിസ്ക്രൈബ്ഡ് പീരീഡ് ഓഫ് ഇഷ്യൂ. അതായത് വർക്ക് കഴിഞ്ഞ് 30 ദിവസവും കഴിഞ്ഞിട്ടാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്നാ പറയുന്നത്. ആഫ്റ്റർ ദ എക്സ്പയറി എന്ന് പറഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞിട്ടാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. വർക്ക് കഴിഞ്ഞ്, അതായത് 23rd April ശേഷമുള്ള 30 ദിവസം കഴിഞ്ഞിട്ടാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏതാണ്, എ ആണോ ബി ആണോ ആപ്ലിക്കബിൾ? എ ആണോ ബി ആണോ ആപ്ലിക്കബിൾ? പറയും. എ ആണോ ബി ആണോ ആപ്ലിക്കബിൾ എന്ന് പറയും. എ ആണോ ബി ആണോ ആപ്ലിക്കബിൾ? ബി ആണ് ആപ്ലിക്കബിൾ. ബി ആണ് ആപ്ലിക്കബിൾ, ഒരു ഡൗട്ടും ഇല്ലല്ലോ. ബി ആണ് ആപ്ലിക്കബിൾ. സോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ്, ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് പേയ്മെന്റ്. വർക്ക് കംപ്ലീറ്റ് ആവുന്ന ഡേറ്റ് തന്നിട്ടുണ്ട് 23rd April. ഡെലിവറി ചെയ്യാണ്, ഡിസൈൻസ് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ആയതാണ്. സോ പ്രൊവിഷൻ ഓഫ് സർവീസ് 23rd April. പേയ്മെന്റ് റിസീവ് ചെയ്തിരിക്കുന്നത് 5th January. ഏർലിയർ ഏതാ? 5th January. 5th January ആണ് ടൈം ഓഫ് സപ്ലൈ. 5th January is the time of supply of service in this case. സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ സെറ്റ് എന്നിടും, സെറ്റ് ആണെങ്കിൽ സെറ്റ് ആന്നിടും. സെറ്റ്. അനന്തു സെറ്റ് ആണോ? യെസ്. ഓക്കെ, ഫൈൻ. അടിപൊളി അടിപൊളി അടിപൊളി, ഉഷാറാണ്. അടുത്ത ചോദ്യം. മോഡേൺ സെക്യൂരിറ്റി കമ്പനി പ്രൊവൈഡ്സ് സർവീസ് ഓഫ് ടെസ്റ്റിംഗ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ്. മോഡേൺ സെക്യൂരിറ്റി കമ്പനി പ്രൊവൈഡ്സ്, അവരാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, സപ്ലൈ ഓഫ് സർവീസ് ആണ്. ടെസ്റ്റിംഗ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ്. In one case,
it tested a batch of devices on 4th and 5th September, but could not raise invoice till 19th November because of some dispute about the condition of the devices on return. The payment was made in December. What is the method to fix the time of supply of the service? ക്വസ്റ്റൻ ഒന്നുകൂടെ വായിക്കാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ തന്നെ ഒന്നുകൂടെ വായിച്ചു. ഇവിടെ 5th സെപ്റ്റംബറിലാണ് ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ്. ഇൻവോയ്സ് 19th നവംബർ വരെ എന്ത് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്, ഇഷ്യൂ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. സോ എ ആണോ ബി ആണോ കേസ്? പറ, എ ആണോ ബി ആണോ കേസ്? 30 ദിവസത്തിനകത്ത് ഇവർ ഇഷ്യൂ ചെയ്യുന്നുണ്ടോ, അതോ 30 ദിവസവും കഴിഞ്ഞിട്ടും ഇഷ്യൂ ചെയ്യുന്നില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എ ആണോ ബി ആണോ ആപ്ലിക്കബിൾ? എ ആണോ ബി ആണോ? ബി ആണ് ആപ്ലിക്കബിൾ. ബി ആണ് ആപ്ലിക്കബിൾ. ശരി. സോ ഡേറ്റ് ഓഫ് പേയ്മെന്റും ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസും കമ്പയർ ചെയ്യുക, ഏർലിയർ എടുക്കുക. ഏതാണ് ഏർലിയർ? പേയ്മെന്റിന്റെ ഡേറ്റ് ഇല്ല, ഡിസംബർ ആണ്. ഡിസംബർ ഉണ്ടല്ലേ, ഡിസംബർ ഒരു ഡേറ്റ് തന്നിട്ടില്ല. സോ നമുക്ക് അല്ലാതെ തന്നെ പറയാൻ പറ്റും 5th സെപ്റ്റംബർ ആണ് ടൈം ഓഫ് സപ്ലൈ. ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഡിസംബർ, ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ് സെപ്റ്റംബർ. ഏതാണ്? സെപ്റ്റംബർ. അപ്പൊ 5th സെപ്റ്റംബർ ആണ് ടൈം ഓഫ് സപ്ലൈ. ശരിയല്ലേ? ഡൗട്ട് ഉണ്ടോ അതില്? എനി ഡൗട്ട്സ്? ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ വലിയ ക്വസ്റ്റ്യൻ. MSXYZ and Company, a firm of chartered or cost accountants. XYZ and Company ഒരു കോസ്റ്റ് അക്കൗണ്ടൻസ് ഫേം ആണെന്ന് വിചാരിച്ചു. നമ്മൾ CMA കാരാണല്ലോ, സോ അങ്ങനെ ഇരുന്നോട്ടെ. കോസ്റ്റ് അക്കൗണ്ടൻസ് issued invoices for service rendered to Mr. A on 7th September. Determine the time of supply in the following independent cases. 4 കേസുകളുണ്ട്. 4 കേസിലെയും ടൈം ഓഫ് സപ്ലൈ കാണാനാണ്, ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് കാണാനാണ് പറഞ്ഞത്. ഇവിടെ റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആണ്. റിവേഴ്സ് ചാർജ് അല്ല, ഫോർവേഡ് ചാർജ് തന്നെ. എല്ലാ കേസിലും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 7th സെപ്റ്റംബർ. എല്ലാ കേസിലും നമ്മൾ താഴെ ചെയ്യാൻ പോകുന്ന എല്ലാ കേസിലെയും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റ് 7th സെപ്റ്റംബർ ആണ്. 7th സെപ്റ്റംബർ. ഫസ്റ്റ് കേസ് എടുക്കുമ്പോ ഇവിടെ സർവീസ് കംപ്ലീറ്റ് ആകുന്നത് 1st ഓഗസ്റ്റിലാണ്. 1st ഓഗസ്റ്റിലാണ് സർവീസ് കംപ്ലീറ്റ് ആവുന്നത്. 7th സെപ്റ്റംബറിലാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. 30 ഡേയ്സിനുള്ളിലാണോ 30 ഡേയ്സ് കഴിഞ്ഞിട്ടാണോ? അങ്ങനെയാണ് നോക്കേണ്ടത് കേട്ടോ. പ്രൊവിഷൻ ഓഫ് സർവീസ് ഇവിടെ തന്നിരിക്കുകയാണ്, കേസിൽ തന്നിരിക്കുകയാണ് 1st ഓഗസ്റ്റ്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് കോമൺ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് 7th സെപ്റ്റംബർ. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് വർക്ക് കംപ്ലീറ്റ് ആയി 30 ദിവസത്തിനകത്താണോ അല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞിട്ടാണോ? നിങ്ങൾ പറയും. 30 ദിവസം കഴിഞ്ഞിട്ടാണോ 30 ദിവസത്തിനകത്താണോ? മുപ്പത് ദിവസത്തിനകത്താണോ 30 ദിവസം കഴിഞ്ഞിട്ടാണോ? 1st ഓഗസ്റ്റില് വർക്ക് കംപ്ലീറ്റ് ആവുന്നു, 7th സെപ്റ്റംബറിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നു. ബി ആണ് അല്ലേ? 30 ദിവസം കഴിഞ്ഞിട്ടാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. 30 ദിവസം കഴിഞ്ഞിട്ടാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. എന്താ സംശയം? 1st ഓഗസ്റ്റിനാണ് നമ്മളിവിടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്.
ഫസ്റ്റ് സെപ്റ്റംബറിൽ ഇയാള് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുകയായിരുന്നുവെങ്കിൽ വിതിൻ 30 days നമുക്ക് ഇഷ്യൂ ചെയ്തു എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ 7th സെപ്റ്റംബറിലാണ്, ഫസ്റ്റ് സെപ്റ്റംബറിലല്ല 7th സെപ്റ്റംബറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. സോ കേസ് ബി ആണ്. എങ്ങനെ കണ്ടുപിടിക്കാം? 1st ഓഗസ്റ്റും പേയ്മെന്റിന്റെ ഡേറ്റും കമ്പയർ ചെയ്യാം. ഏതാ ഏർലിയർ? 1st ഓഗസ്റ്റ്. എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചു. എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചു. ഡൗട്ടില്ല, സെറ്റാണ്. അനഘ, കൃഷ്ണപ്രിയ, നിങ്ങൾ മിണ്ടിയില്ലല്ലോ, ക്ലിയർ ആണ്? ഓക്കെ, കൃഷ്ണപ്രിയ ക്ലിയർ. രണ്ടാമത്തെ കേസിൽ വർക്ക് കംപ്ലീറ്റ് ആവുന്നത് 14th ഓഗസ്റ്റിലാണ്. 14th ഓഗസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആവുന്നത് 14th ഓഗസ്റ്റ്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് 7th സെപ്റ്റംബറിൽ. 30 ഡേയ്സിനകത്താണോ 30 ഡേയ്സ് കഴിഞ്ഞിട്ടാണോ? പറ. അകത്താണെങ്കിൽ അകത്ത്, പുറത്താണെങ്കിൽ പുറത്തുനിന്നിടും. അനന്തു വിനോദേ, വളരെ ശരിയാണ്, വളരെ ശരിയായിട്ടുള്ള ആൻസർ ആണ്. വിതിൻ 30 ഡേയ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇവിടെ വിതിൻ 30 ഡേയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ശരിയാ അനന്ത് പറഞ്ഞത്. 14th ഓഗസ്റ്റിലാണ് വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. 7th സെപ്റ്റംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡേയ്സിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സോ കേസ് എ ആണ്. എങ്ങനെയാ കണ്ടുപിടിക്കുക? കേസ് എ ആണെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഓർ ഡേറ്റ് ഓഫ് പേയ്മെന്റ്. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് എന്ന് പറയുമ്പോൾ 7th സെപ്റ്റംബർ ഓർ ഡേറ്റ് ഓഫ് പേയ്മെന്റ്. എത്രയാ ഡേറ്റ് ഓഫ് പേയ്മെന്റ്? 28th സെപ്റ്റംബർ. 7th സെപ്റ്റംബർ ആണോ 28th സെപ്റ്റംബർ ആണോ ഏർലിയർ? 7th സെപ്റ്റംബർ ആണ്. സോ 7th സെപ്റ്റംബർ. ദെൻ മൂന്നാമത്തെ കേസ് പേയ്മെന്റിന്റെ ഡേറ്റ് ആണ് ആദ്യം തന്നിരിക്കുന്നത് 3rd ഓഗസ്റ്റ്. പ്രൊവിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, അതായത് വർക്ക് കംപ്ലീറ്റഡ് ആയിട്ടില്ല. പേയ്മെന്റിന്റെ ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 3rd ഓഗസ്റ്റ്. വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ എന്താ ചെയ്യാ സാറേ? ഒന്നുമില്ല. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സും വിതിൻ 30 ഡേയ്സ് നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അത് തന്നെ. അതായത് കേസ് എ ഇവിടെ അഡോപ്റ്റ് ചെയ്തോളുക. നമ്മൾ അസ്യൂം ചെയ്യാണ് വർക്ക് കംപ്ലീറ്റ് ആയി 30 ദിവസത്തിനകത്ത് ഇഷ്യൂ ചെയ്യുമെന്ന്. സോ കേസ് എ അവിടെ അഡോപ്റ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കുക. 7th സെപ്റ്റംബർ ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, 3rd ഓഗസ്റ്റ് റിസിപ്റ്റ് ഓഫ് പേയ്മെന്റ്. സോ ഏർലിയർ 3rd ഓഗസ്റ്റ് ആണ്. ഫോർത്ത് കേസിൽ പേയ്മെന്റിന്റെ ഡേറ്റ് 15th സെപ്റ്റംബർ ആണ്. കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോഴും എ ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഇഷ്യൂ ഓഫ് ഇൻവോയ്സും പേയ്മെന്റ് 15th സെപ്റ്റംബറോട് കമ്പയർ ചെയ്യുക. 7th സെപ്റ്റംബർ. ഓക്കെ അല്ലേ? പ്രൊവിഷൻ കംപ്ലീറ്റ് അല്ല, വർക്ക് കംപ്ലീറ്റ് അല്ല, കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എ അപ്ലൈ ചെയ്തോ. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സും ഡേറ്റ് ഓഫ് പേയ്മെന്റിനോട് കമ്പയർ ചെയ്തോ, ഏർലിയർ എടുത്തോ. കേട്ടോ? കംപ്ലീറ്റ് ആയോ? 4 ചെയ്തോ? 4 ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് പോകാം. 4 ക്ലിയർ ആണെങ്കിൽ മാത്രം അടുത്തയിലേക്ക് പോകാം. 4 കേസ്. അനന്തു ക്ലിയർ ആണ്. ദെൻ അനഘ ക്ലിയർ ആണ്. ദെൻ ആദർശ്, കൃഷ്ണപ്രിയ. ഓക്കെ, 4 പേരും ഓക്കെ. ചുമ്മാതെ പറയുന്നു അല്ലല്ലോ അല്ലേ? എനിക്കറിയാം മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അത് പറയുമെന്ന് എനിക്കറിയാം. ഓക്കെ, നമ്മൾ അടുത്ത അവസാനത്തെ സാഹചര്യത്തിലേക്ക് വരികയാണ്. ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അണ്ടർ റിവേഴ്സ് ചാർജ്. ഇവിടെ നമുക്ക് 2 ഡേറ്റുകളാണ് കമ്പയർ ചെയ്യാനുള്ളത്. പ്രധാനപ്പെട്ട 2 ഡേറ്റുകളാണ് കമ്പയർ ചെയ്യാൻ. ഡേറ്റ് ഓഫ് പേയ്മെന്റും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 61st ഡേയും. ഡേറ്റ് ഓഫ് പേയ്മെന്റും
ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 61st ഡേയും. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് നമുക്ക് ഇവിടെ ആവശ്യമില്ല. ആവശ്യമുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം വരും. ഏത് കണ്ടുപിടിക്കാനാ? ആ ഒരു 61st ഡേ കണ്ടുപിടിക്കും. സോ ഈ രണ്ട് ഡേറ്റ് കൂടെ കമ്പയർ ചെയ്യുക, ഏർലിയർ എടുത്തോളുക. അതാണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. ഓക്കെ, തിയറി ഓക്കെ അല്ലേ? തിയറി ഓക്കെ അല്ലേ? ഇനി എ ബി സി ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്നാണോ, സോറി, എ ബി ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നാണോ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റിസീവ് ചെയ്തിരിക്കുന്ന ഡേറ്റ്, അത് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുത്തോളുക. അതൊന്നും അങ്ങനെ വരാറില്ല, അങ്ങനെ ചോദിക്കാറില്ല. ഈ ഡേറ്റ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് ടൈം ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനാണ് മിക്കപ്പോഴും ചോദിക്കാറ് കേട്ടോ. ദ ഡേറ്റ് ഓഫ് പേയ്മെന്റും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 61st ഡേ. പ്രോബ്ലത്തിലേക്ക് പോകാം. പോകാമെങ്കിൽ പോകാമെന്ന് പറയും. യെസ്, പോകാം. MS Pranav Associates, a partnership firm, provided recovery agent services to Neutron Credits Limited. നമ്മുടെ പ്രണവ് അസോസിയേറ്റ്സ് ഒരു പാർട്ണർഷിപ്പ് ഫോം ആണ്. അവര് റിക്കവറി ഏജന്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ന്യൂട്രോൺ ക്രെഡിറ്റ്സ് ലിമിറ്റഡ്, എ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ആൻഡ് എ രജിസ്റ്റേർഡ് സപ്ലയർ. അപ്പൊ ഈ സർവീസ് കിട്ടുന്ന ആളെന്ന് പറയുന്നത് ഒരു ന്യൂട്രോൺ ക്രെഡിറ്റ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. ഇവര് രജിസ്റ്റേർഡ് സപ്ലയർ ആണ്. ഓക്കെ, അപ്പൊ ഈ പ്രണവ് അസോസിയേറ്റ്സ് രജിസ്റ്റേർഡ് അല്ല, അൺരജിസ്റ്റേർഡ് ആണ് കേട്ടോ. പ്രണവ് അസോസിയേറ്റ്സ് ആണ് ന്യൂട്രോൺ ക്രെഡിറ്റ്സ് ലിമിറ്റഡ് ആയിട്ടുള്ള ബാങ്കിങ് കമ്പനിക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാങ്കിങ് കമ്പനി രജിസ്റ്റേർഡ് സപ്ലയറുമാണ്. നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രണവ് അസോസിയേറ്റ്സ് അൺരജിസ്റ്റേർഡ് ആണ്. സോ റിവേഴ്സ് ചാർജ് ആണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. 15th ജാനുവരിയിലാണ് ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻവോയ്സ് ഫോർ ദ സെയിം വാസ് ഇഷ്യൂഡ് ഓൺ 7th ഫെബ്രുവരി. ഇതിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 7th ഫെബ്രുവരിയാണ്. ആൻഡ് പേയ്മെന്റ് വാസ് മെയ്ഡ് ഓൺ 18th ഏപ്രിൽ. 7th ഫെബ്രുവരിയിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തെങ്കിലും 18th ഏപ്രിലാണ് ന്യൂട്രോൺ ക്രെഡിറ്റ്സ് ലിമിറ്റഡ് ഇതിന്റെ പേയ്മെന്റ് പ്രണവ് അസോസിയേറ്റ്സിന് കൊടുക്കുന്നത്. അവർ അവൈൽ ചെയ്യുന്ന സർവീസിനുള്ള പേയ്മെന്റ് കൊടുക്കുന്നത് 18th ഏപ്രിലാണ്. ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് 20th ഏപ്രിലാണെന്നും പറയും. അപ്പൊ ഇവിടെ പേയ്മെന്റിന്റെ കാര്യത്തിൽ 2 ഡേറ്റ് തന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് തരാം. പേയ്മെന്റിന്റെ കാര്യത്തിൽ ഇവിടെ 2 ഡേറ്റ് തന്നിട്ടുണ്ട്, 18th ഏപ്രിലും 20th ഏപ്രിലും. നമുക്ക് എവിടെയെങ്കിലും ചിലപ്പോൾ ആവശ്യം വന്നേക്കും കേട്ടോ. അപ്പോ റിവേഴ്സ് ചാർജ് ആണ്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് കണ്ടുപിടിക്കുക? പറഞ്ഞോ. ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 61st ഡേ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, പേഴ്സൺ ലയബിൾ ടു പേ GST. ഇവിടെ ആരാണ് GST അടയ്ക്കാൻ ലയബിൾ? അത് നിങ്ങൾ പറയണം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അൺരജിസ്റ്റേർഡ് സപ്ലയറിൽ നിന്നും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ, സർവീസുകൾ അവൈൽ ചെയ്യുമ്പോൾ ആരാണ് GST പേ ചെയ്യേണ്ടത്? റെസിപ്പിയന്റ് ആണോ, സപ്ലയർ ആണോ? അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള സപ്ലയറിൽ നിന്ന് രജിസ്റ്റേർഡ് സപ്ലയർ വാങ്ങുമ്പോൾ, സാധനങ്ങൾ മേടിക്കുമ്പോൾ ആരാണ് GST പേ ചെയ്യുന്നത്? റെസിപ്പിയന്റ് ആണ് GST പേ ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇവിടെ ആരാണ് ആ ഒരു റെസിപ്പിയന്റ്? ആരാണ് സർവീസ് അവൈൽ ചെയ്യുന്നത്? പ്രണവ് അസോസിയേറ്റ്സ് ആണോ, ന്യൂട്രോൺ ആണോ? അത് പറഞ്ഞാൽ മതി. പ്രണവ് അസോസിയേറ്റ്സ് ആണോ സർവീസ് കൊടുക്കുന്നത്, സർവീസ് അവൈൽ ചെയ്യുന്നത്? സർവീസിന്റെ റെസിപ്പിയന്റ് പ്രണവ് അസോസിയേറ്റ്സ് ആണോ, ന്യൂട്രോൺ ലിമിറ്റഡ് ആണോ? ന്യൂട്രോൺ. അനന്തു കറക്റ്റ് ആണ്. ആദർശ്, അനഘ, കൃഷ്ണപ്രിയ പറ. കമ്മോൺ. ന്യൂട്രോൺ ആണല്ലോ സർവീസ് അവൈൽ ചെയ്യുന്നത്, ഏജന്റ് സർവീസ് അവൈൽ ചെയ്യുന്നത്. സോ ഇവിടെ GST അടയ്ക്കാൻ ലയബിൾ ആകുന്ന വ്യക്തി ആരാണ്? ന്യൂട്രോൺ ക്രെഡിറ്റ്സ് ലിമിറ്റഡ് ആണ്. ഇൻ ദ ഗിവൻ കേസ്, പേഴ്സൺ ലയബിൾ ടു പേ GST is the NBFC.
നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. ടൈം ഓഫ് സപ്ലൈ അങ്ങനെ കണ്ടുപിടിക്കാം. ടൈം ഓഫ് സപ്ലൈ ഏർലിയർ ഓഫ് ദി ഫോളോയിങ് ആണ്. ഏർലിയർ ഓഫ് ദി ഫോളോയിങ്. ഡേറ്റ് ഓഫ് പേയ്മെന്റ് നമുക്ക് 2 ഡേറ്റ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഏർലിയർ ഏതാ? 18th April. 18th April. സോ 18th Aprilum 61st ഡേ വേണം. 61st ഡേ. 61st ഡേ വേണമല്ലോ എനിക്ക്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് 7th February ആണ്. അത് കഴിഞ്ഞിട്ടുള്ള 61st ഡേ പറഞ്ഞേ. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് 7th February ആണ്. അതെന്തിനാ വന്നിരിക്കുന്നത്? 61st ഡേ കണ്ടുപിടിക്കാൻ. എത്രയാന്ന് പറ, വേഗം പറ, വേഗം പറയ്. 9th April ആണോന്ന് പറ. 61st ഡേ 9th April ആണോന്ന് പറ. 9th April ആണോന്ന് പറയ്. 9th April ആണോ? 61st ഡേ 61-ാമത്തെയാണ്. 31 അല്ല, 61-ാമത്തെ ദിവസം. 2 മാസത്തിന് ശേഷമുള്ള ദിവസമാണ്. പറഞ്ഞു വേഗം. അറുപത്തിയൊന്നാമത്തെ ദിവസം. അറുപത്തിയൊന്നാമത്തെ ദിവസം. 9th April ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഹലോ, എല്ലാരും ഉണ്ടേ? ചെക്ക് ചെയ്യാണോ? ഇയർ ഇയർ വേണ്ട, ഇയർ വേണ്ട. ഇയർ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇയർ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇയർ പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ നോക്കേണ്ട കാര്യമില്ല. സെവൻത് ഫെബ്രുവരി കഴിഞ്ഞിട്ടുള്ള മാർച്ച്, ഏപ്രിൽ 9 അല്ലേ? ഏപ്രിൽ 9. 28 എടുത്തോ. 28 ഫെബ്രുവരി 28 എടുത്ത് ചെയ്തോ. എടുക്കുമ്പോഴാണോ 9th വരുന്നത്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളല്ലേ? അതോ അതും കൂടെ കൂട്ടിയിട്ടാണോ പറഞ്ഞത്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡേ മുതൽ മതിയേ. നെക്സ്റ്റ് ഡേ. ഓക്കെ. ഞാൻ നോക്കട്ടെ. ഏപ്രിൽ 9 കിട്ടിയോ? ഏപ്രിൽ 9? കിട്ടിയതാണോ? ഏപ്രിൽ 9 കിട്ടിയതാണോടാ ആദർശേ? ഓക്കെ, ഓക്കെ. ഏപ്രിൽ 9 കിട്ടും. ബാക്കിയുള്ളവര് ചെയ്തേ.
രണ്ട് പ്രോബ്ലം കണ്ടേ ഉള്ളൂ, ഇപ്പൊ തീരും. ഏപ്രിൽ 9 കിട്ടി. ഓക്കെ, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 61ാമത്തെ ദിവസം ഏപ്രിൽ 9. സോ ഏപ്രിൽ 9 ആണ് നമുക്ക് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് വരിക. Then അടുത്ത പ്രോബ്ലം നോക്കട്ടെ എത്ര നോക്കാം. കുറച്ചുകൂടെ ഉണ്ട്, കഴിയും, തീരും. Determine the time of supply in the following cases, assuming that GST is payable under reverse charge. First case, payment in the date on August 10. Date of issue of invoice June 29. 61st day കണ്ടുപിടിക്കാനാണ് നമുക്ക് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് തന്നിരിക്കുന്നത്. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? 61st day കണ്ടുപിടിക്കുക. 61st day കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നതാ August 29. August 29. സോ ഈ August 29ഉം August 10ഉം കൂടെ കമ്പയർ ചെയ്യുക. ഏർലിയർ ഏതാണ്? August 10. ഓക്കെ, ദെൻ രണ്ടാമത്തെ കേസിൽ August 10 ആണ് ഡേറ്റ് ഓഫ് പേയ്മെന്റ്. June 1 ആണ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. June 1 ആണ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. അപ്പോ 61st ഡേ നമുക്ക് കണ്ടുപിടിക്കണം. 61st ഡേ എന്ന് പറയുമ്പോൾ August 1 ആണ് വരുന്നത്. അതിന്റെ കാൽക്കുലേഷൻ ഒക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല, സമയം പോകും കേട്ടോ, അതുകൊണ്ടാണേ. കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. സോ August 1ഉം August 10 കൂടി ഡേറ്റ് ഓഫ് പേയ്മെന്റും കൂടെ കമ്പയർ ചെയ്യുക. ഏർലിയർ ഏതാണ്? August 1 ആണ് ടൈം ഓഫ് സപ്ലൈ. ദെൻ മൂന്നാമത്തെ കേസ് എന്തായിരുന്നു? മൂന്നാമത്തെ കേസിൽ പാർട്ട് പേയ്മെന്റ് നമ്മൾ മുമ്പ് ചെയ്താണ്, ടൈം ഓഫ് സപ്ലൈ ഗുഡ്സ് റിവേഴ്സ് ചാർജിൽ ചെയ്താണ്. June 30 കുറച്ച് പേയ്മെന്റ് June 30 കിട്ടുന്നു, ബാലൻസ് September 1 കിട്ടുന്നു. ഇപ്പൊ രണ്ട് കേസിലെയും ടൈം ഓഫ് സപ്ലൈ June 30 ടൈം ഓഫ് സപ്ലൈ കാണണം, September 1 ടൈം ഓഫ് സപ്ലൈ കാണണം. June 29 ആണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്. സോ അതിന്റെ 31st ഡേ എന്ന് പറയുമ്പോൾ എത്ര വരും? August 29 വരും. August 29 വരും. August 29ഉം June 30ഉം ആദ്യം എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. സോ August 29 ആണോ June 30 ആണോ ആദ്യം? June 30 ആണ് ആദ്യം. സോ ആദ്യത്തെ പേയ്മെന്റിന്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്, ആദ്യം കുറച്ച് അഡ്വാൻസ് കൊടുക്കുന്നതിന്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് June 30 ആണ്. ബാക്കി ബാലൻസ് എമൗണ്ടിന്റെ ടൈം ഓഫ് സപ്ലൈ കാണാനായിട്ട് ഏതൊക്കെ എടുക്കണം? September 1ഉം August 29 കൂടെ എടുക്കുക. ഏതാ ഏർലിയർ? August 29. സോ ബാലൻസ് പേയ്മെന്റിന്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് August 29. ദെൻ ഫോർത്ത് കേസ് നിങ്ങൾ പറ. ഫോർത്ത് കേസിന്റെ ടൈം ഓഫ് സപ്ലൈ നിങ്ങൾ പറ, പെട്ടെന്ന് പറ. രണ്ട് ഡേറ്റ് ആണ്, പേയ്മെന്റിന്റെ രണ്ട് ഡേറ്റ് തന്നിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് തന്നിട്ടുണ്ട്. ടൈം ഓഫ് സപ്ലൈ എത്രയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് വിട്ടിരിക്കുന്നത്? വേഗം പറഞ്ഞു. വേഗം ടൈപ്പ് ചെയ്തിട്ടോ ആൻസർ. ടൈം ഓഫ് സപ്ലൈ എന്നാണെന്നുള്ളത്, ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് റിവേഴ്സ് ചാർജിൽ നാലാമത്തെ കേസിന്റെ 28th June. എല്ലാവർക്കും 28th June ആണോ? എല്ലാവർക്കും 28th June ആണോ? എല്ലാവർക്കും 28th June ആണോ? എല്ലാവർക്കും 28th June ആണോ? അനന്തൂന് കിട്ടി 28th June. Then ആദർശ്, കൃഷ്ണപ്രിയ, അനഘ. പേയ്മെന്റിന്റെ രണ്ട് ഡേറ്റ് വരുമ്പോ, ക്രെഡിറ്റ് ചെയ്ത ഡേറ്റും എൻട്രി ചെയ്ത ഡേറ്റും വരുമ്പോ അതിലെ ഏർലിയർ ആരാണോ അവനെങ്കിൽ പൊക്കണം. 28th June അതന്നെ. ഓക്കെ, 28th June. ശരി, അടിപൊളി. ഈ രണ്ട് ഡേറ്റുകൾ നിങ്ങൾ കമ്പയർ ചെയ്തു അല്ലേ? ഇതിൽ ഏർലിയർ ഏതാ? June 28. June 28 ആണ് ഏർലിയസ്റ്റ്. June 28ഉം August 1 കൂടി എന്ത് ചെയ്യുക?
കമ്പയർ ചെയ്യുക. ജൂൺ 28 ആണ് ഏർലിയർ. അതുപോലെ തന്നെയാണ് ഇതും. ഞാൻ ഇനി ഇത് പറയുന്നില്ല കേട്ടോ, നിങ്ങൾ ചെയ്ത് നോക്കിക്കോണേ. അടുത്ത പ്രോബ്ലം, എക്സ് ലിമിറ്റഡ് ആൻഡ് വൈ ലിമിറ്റഡ്. എക്സ് ലിമിറ്റഡ് ആൻഡ് വൈ ലിമിറ്റഡ് ഈസ് അസോസിയേറ്റഡ് എന്റർപ്രൈസസ്. എക്സ് ലിമിറ്റഡും വൈ ലിമിറ്റഡും അസോസിയേറ്റഡ് എന്റർപ്രൈസസ് ആണ്. എക്സ് ലിമിറ്റഡ് എ രജിസ്റ്റേർഡ് ഫോം റിസീവ്ഡ് ദ സർവീസസ് ഓഫ് വൈ ലിമിറ്റഡ് എ അൺരജിസ്റ്റേർഡ് ഫോം. കണ്ടോ, റിവേഴ്സ് ചാർജ് ആണ്. എക്സ് ലിമിറ്റഡ് ഒരു രജിസ്റ്റേർഡ് ഫോം ആണ്. അവര് വൈ ലിമിറ്റഡ് അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള വൈ ലിമിറ്റഡിൽ നിന്നും സർവീസ് റിസീവ് ചെയ്തു. അപ്പൊ ഇവിടെ ആരാണ് ടാക്സ് അടയ്ക്കേണ്ടത്? എക്സ് ലിമിറ്റഡോ വൈ ലിമിറ്റഡോ? പറ, ആരാണ് ലയബിൾ? GST അടയ്ക്കാൻ ലയബിൾ ആരാണ്? എക്സ് ലിമിറ്റഡോ വൈ ലിമിറ്റഡോ? എക്സ് ലിമിറ്റഡോ വൈ ലിമിറ്റഡോ? ആരാണ് GST അടയ്ക്കാൻ ലയബിൾ? എക്സ് ലിമിറ്റഡ് ആണ്. എക്സ് റെസിപ്പിയന്റ് ആണ് ഇവിടെ രജിസ്റ്റേർഡ് പേഴ്സൺ. സോ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ എക്സ് ലിമിറ്റഡ് എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അടിപൊളി അടിപൊളി അടിപൊളി. ഡിറ്റർമിൻ ദ ടൈം ഓഫ് സപ്ലൈ ഇൻ ദ ഫോളോയിങ് കേസസ്. താഴെ പറയുന്ന രണ്ട് കേസസിൽ ടൈം ഓഫ് സപ്ലൈ ഏതാണെന്നാണ് ചോദ്യം. എക്സ് ലിമിറ്റഡ് റെക്കോർഡ്, ഫസ്റ്റ് കേസ്, എക്സ് ലിമിറ്റഡ് റെക്കോർഡ് ദ ലയബിലിറ്റി ഇൻ ദ ബുക്സ് ഓൺ 15th July ആൻഡ് പേയ്മെന്റ് വിൽ ബി മെയ്ഡ് ഇൻ ദ നെക്സ്റ്റ് മന്ത്. ഇവിടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് തന്നിട്ടില്ല, പേയ്മെന്റിന്റെ ഡേറ്റ് തന്നിട്ടില്ല, ബുക്സിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഡേറ്റ് തന്നിട്ടുണ്ട്. സോ അതെടുത്തോളുക. നമ്മൾ പറഞ്ഞില്ലേ, എയും ബിയും ഒന്നും ഇല്ല എങ്കിൽ ബുക്സിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഡേറ്റ് ഏതാണോ അത് എടുത്തോളുക. സോ 15th July. 15th July. രണ്ടാമത്തെ കേസിൽ എക്സ് ലിമിറ്റഡ് മെയ്ഡ് അഡ്വാൻസ് പേയ്മെന്റ് ടു വൈ ലിമിറ്റഡ് ഓൺ 10th July. പേയ്മെന്റിന്റെ ഡേറ്റ് ഉണ്ട്, പേയ്മെന്റിന്റെ ഡേറ്റ്. റെക്കോർഡ് ലയബിലിറ്റി ഇൻ ദ ബുക്സ് 15th August. ലയബിലിറ്റി റെക്കോർഡ് ചെയ്യപ്പെട്ട ബുക്സിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഡേറ്റ് എന്നുണ്ട് 15th August. ഏതെടുക്കും? ഇതിൽ ഏർലിയർ എടുക്കും, ഏർലിയർ എടുക്കും. പേയ്മെന്റും ബുക്സിൽ രണ്ട് ഡേറ്റുകളാണ്, അതായത് ഡേറ്റ് ഓഫ് പേയ്മെന്റിന്റെ രണ്ട്, അതായത് എന്താണ് ക്രെഡിറ്റ് ചെയ്യുന്ന ഡേറ്റും എൻട്രിയുമാണ് തന്നിരിക്കുന്നത്. സോ അതിൽ ഏർലിയർ ഏതാണോ അതങ്ങ് എടുത്താൽ മതി. 10th July. വേറെ ഒന്നും ഇല്ല, നമ്മുടെ 61st ഡേ ഒന്നും ഇല്ല, വോയിസ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് ഒന്നും ഇല്ല. സോ 10th July. ഓക്കെ, ഓക്കെ ആണോ? 10 മിനിറ്റ് കാര്യമുള്ളൂ. 10 മിനിറ്റത്തെ കേസും കൂടെ ഉള്ളൂ, തീരും. അടുത്തതിലേക്ക് പോട്ടെ, അടുത്തതിലേക്ക് പോട്ടെ. ഓക്കെ, C Limited, a registered firm, received services from a Raman and Company, an advocate firm, an unregistered person. കണ്ടോ, C Limited രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, രജിസ്റ്റേർഡ് ഫോം ആണ്. അയാള് അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള രാമൻ ആൻഡ് കമ്പനിയിൽ നിന്ന് സർവീസ് റിസീവ് ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റ് ആണ്, അഡ്വക്കേറ്ററി കൺസൾട്ടൻസി സർവീസ് ആയിരിക്കും റിസീവ് ചെയ്യുക. ദ ഫേം ഇഷ്യൂ ഇൻവോയ്സ് ടു C Limited. അപ്പോ നമ്മുടെ C Limited സർവീസ് റിസീവ് ചെയ്തപ്പോ അഡ്വക്കേറ്റ് ഫേം എന്ത് ചെയ്തു? C Limitedന് 1st July ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു, ബിൽ ഇഷ്യൂ ചെയ്തു. ഡിറ്റർമിൻ ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഇൻ ദ ഫോളോയിങ് ഇൻഡിപെൻഡന്റ് കേസസ്. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസസിലെ ടൈം ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റിവേഴ്സ് ചാർജ് ആണ്. റിവേഴ്സ് ചാർജിൽ എങ്ങനെയാ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് കാണുക? ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓർ 61st ഡേ. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 61st ഡേ. ഫസ്റ്റ് കേസിൽ പേയ്മെന്റിന്റെ ഡേറ്റ് തന്നിട്ടുണ്ട്, പേയ്മെന്റിന്റെ ഡേറ്റ് തന്നിട്ടുണ്ട്. 61st ഡേ എത്രയാണെന്ന് പറയാമോ? 61st ഡേ 1st July ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 61st ഡേ പറ, 61st ഡേ പറ, കമ്പാരിസൺ വേണം. 31st August ആയിരിക്കും. 31st August. 31st August ആണോ 15th August ആണോ ഏർലിയർ? 15th August ആണ് ഏർലിയർ. സോ ടൈം ഓഫ് സപ്ലൈ 15. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് 1st July ആണ്. അത് കഴിഞ്ഞിട്ടുള്ള 61st ഡേ എന്ന് പറയുമ്പോൾ August വരും അല്ലെ? 1st July മുതൽ എടുക്കണം. 1st July കഴിഞ്ഞിട്ടുള്ള ദിവസം മുതൽ എടുക്കണം. അതുകൊണ്ട് 2 മാസം എന്ന് പറയുമ്പോൾ 15th August വരും. സോറി 31st August വരും. 31st August. 31st Augusറ്റും 15th Augusറ്റും കൂടെ കമ്പയർ ചെയ്യുക.
earlier 15th August. രണ്ടാമത്തെ കേസിൽ പേയ്മെന്റ് 11th September ആണ്. രണ്ടാമത്തെ കേസിൽ പേയ്മെന്റ് 11th September ആണ്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 61st ഡേ എന്ന് പറയുമ്പോൾ എത്രയാ? 31st August. ഏതാ ഏർലിയർ? 31st August ആണ് ഏർലിയർ. സോ 31st August വരും ടൈം ഓഫ് സപ്ലൈ. പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോ ഗായ്സ്? പ്രശ്നമുണ്ടോ? സീനുണ്ടോ? സംഭവം സെറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. സീനില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ഈ രണ്ട് പ്രോബ്ലം നിങ്ങൾ ഹോംവർക്ക് ചെയ്യണേ. ഹോംവർക്ക് ചെയ്യണം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമേ ഉള്ളൂ. ഹോംവർക്ക് ചെയ്തോ. ഇതൊരെണ്ണം റിപ്പീറ്റ് കയറി വന്നായിരുന്നേ. ഇതൊരെണ്ണം റിപ്പീറ്റ് ആണ്. ഇത് അവോയ്ഡ് ചെയ്തേക്ക്. ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ വേണ്ടി കയറി വന്നതാണ്. റിപ്പീറ്റ് ആണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് കേസുകളിലേക്ക് കടക്കുകയാണ്. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് വെൻ ദ സപ്ലയർ ഈസ് അണ്ടർ കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീമിലെ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. കോമ്പോസിഷൻ സ്കീമിലെ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്, സർവീസ് അല്ല, ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ഓർത്തിരിക്കുക, ഈസ് ദ ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. ഇൻവോയ്സ് എന്നല്ല ശരിക്കും പറയേണ്ടത്, ഡേറ്റ് ഓഫ് ബിൽ ഓഫ് സപ്ലൈ അല്ലേ? കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സ് ഇൻവോയ്സ് ആണോ ഇഷ്യൂ ചെയ്യുന്നത്? അല്ല, ബിൽ ഓഫ് സപ്ലൈ ആണ്. സോ ബിൽ ഓഫ് സപ്ലൈയുടെ ഡേറ്റ് എന്താണോ അതാണ് ടൈം ഓഫ് സപ്ലൈ. കേട്ടോ? ഓക്കെ. ഇൻ അതർ കേസസ് വേർ സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. മറ്റേതെങ്കിലും കേസിൽ ഗുഡ്സിന് മൂവ്മെന്റ് ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ, ടൈം ഓഫ് സപ്ലൈ ഈസ് ദ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഇഷ്യൂഡ് അറ്റ് ദി ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ്. ഇതൊക്കെ ഒന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതി. പ്രോബ്ലം ലെവലിൽ ചോദിക്കില്ല, ജസ്റ്റ് വായിച്ചു വിട്ടാൽ മാത്രം മതി. ഇൻ ഓൾ അതർ കേസസ് ടൈം ഓഫ് സപ്ലൈ ഈസ് ദ ഡേറ്റ് ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ്. മറ്റ് എല്ലാ കേസിലും ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്നാണോ ഗുഡ്സിന്റെ ഡെലിവറി ആ ഡേറ്റ് ആണ്. ഒന്ന് വായിച്ചു വിട്ടാൽ മതിയേ. ഇവിടെ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇതാണ്. ബിൽ ഓഫ് സപ്ലൈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സ് ഇൻവോയ്സിന് പകരം ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് സപ്ലൈ. ഇതെന്നാണോ ഇഷ്യൂ ചെയ്യുന്നത് ആ ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. കേസസ് ഓഫ് കോമൺ റൂൾ ഫോർ ബോത്ത്. Time of supply of vouchers for goods and services. Time of supply of, എളുപ്പമാണ് സംഗതി കേട്ടോ, vouchers for goods and services. നിങ്ങൾക്കൊക്കെ വൗച്ചർ കിട്ടിയിട്ടുണ്ടോ? ഗിഫ്റ്റ് വൗച്ചറുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ. നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് വൗച്ചർ കിട്ടുമ്പോൾ ഈ വൗച്ചർ ഉപയോഗിച്ച് എന്ത് പർച്ചേസ് ചെയ്യാം, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ, പറഞ്ഞ മനസ്സിലായോ? വൗച്ചർ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഈ വൗച്ചർ കൊണ്ട് ഇന്ന സാധനമാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്കറിയാമെങ്കിൽ അവിടെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്നാണോ നിങ്ങൾക്ക് ആ വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നത് ആ ഡേറ്റ്. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു വൗച്ചർ ഇഷ്യൂ ചെയ്യാം. ആ വൗച്ചറിൽ പറഞ്ഞിരിക്കുന്നു എന്റെ ഇന്ന കടയിൽ പോയി ഇന്ന സാധനം നിങ്ങൾ മേടിച്ചോ, പൈസ കൊടുക്കണ്ട. ഐഡന്റിഫൈബിൾ ആണ്. സോ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് എന്നാണോ ഈ വൗച്ചർ തരുന്നത് ആ ഡേറ്റ്. ഇനി നോട്ട് ഐഡന്റിഫൈബിൾ ആണെങ്കിൽ, അതായത് എന്റെ കടയിൽ പോയി നിങ്ങൾക്ക് ഏത് സാധനം വേണോ പർച്ചേസ് ചെയ്യാം, ഇന്ന സാധനങ്ങളൊക്കെ എന്റെ കടയിലുണ്ട്. ഒരു ഷോപ്പിംഗ് മോളാണ്, അവിടെ പോയി ഇത്ര രൂപയുടെ ഏത് സാധനവും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാന്ന് പറയാം. അത് നോട്ട് ഐഡന്റിഫൈബിൾ ആണ്. അങ്ങനെ വരുമ്പോ ഞാൻ എന്നാണോ കടയിൽ പോയി എനിക്കിഷ്ടമുള്ള സാധനം മേടിക്കുന്നത് ആ ഡേറ്റ് ആയിരിക്കും റിഡംഷൻ ഓഫ് വൗച്ചർ എന്ന് പറയും. ആ ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ. കണ്ടോ? വൗച്ചർ ഐഡന്റിഫൈബിൾ ആണെങ്കിൽ, അതായത് നമുക്ക് മനസ്സിലാവും എന്തിനുള്ള വൗച്ചർ ആണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈബിൾ ആണ്, പർട്ടിക്കുലർ ഐറ്റത്തിനുള്ളതാണ് എന്നുള്ളത് ഐഡന്റിഫൈബിൾ ആണെങ്കിൽ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ.
ഇനി ഐഡന്റിഫയബിൾ അല്ല, നമുക്കിത് എന്തിനുള്ള വൗച്ചർ ആണെന്ന് മനസ്സിലാവുന്നില്ല. കടയിൽ ചെന്ന് ഏതും മേടിക്കാം, എന്ത് സാധനവും മേടിക്കാം. അപ്പൊ നമ്മൾ കടയിൽ പോയി ഏത് സാധനം മേടിക്കുന്നോ, അതായത് എന്നാണോ നമ്മളത് റെഡീം ചെയ്യുന്നത് ആ ഡേറ്റ്, എന്നാണോ നമ്മൾ കടയിൽ പോയി ആ സാധനം മേടിക്കുന്നത്, ആ വൗച്ചർ ഉപയോഗിച്ച് ആ സാധനം മേടിക്കുന്നത്, ആ ഡേറ്റ് ആയിരിക്കും ടൈം. ക്ലിയർ ആയോ തിയറി? തിയറി ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ക്ലിയർ ആയതിട്ടേ, ക്ലിയർ ആയെങ്കിൽ മാത്രം. ഒന്നുകൂടി പറയണമെന്നുണ്ടെങ്കിൽ പറയാം, പ്രശ്നമില്ല. ക്ലിയർ ആണ്? അനന്തൂന് ക്ലിയർ ആണ്? എന്താ പ്രോബ്ലം നോക്കിയോ. Sodexo meal coupons are sold to a company on 9th August. Sodexo meal coupons are sold to a company on 9th August for being distributed to the employees of the said company. The coupons are valid for 6 months and can be used against purchase of food items. The employees use them in various stores for purchase of various edible items on different dates throughout the 6 months. What is the date of supply of coupons? അപ്പൊ നമ്മുടെ സൊഡക്സോ എന്ന് പറയുന്ന കമ്പനി മീൽ കൂപ്പൺ, സൊഡക്സോ എന്ന് പറയുന്ന കമ്പനി മീൽ കൂപ്പൺസ് ഒരു കമ്പനിക്ക് വേറൊരു കമ്പനിക്ക് സെയിൽ ചെയ്തിരിക്കുകയാണ്. സൊഡക്സോ എന്ന് പറയുന്ന ഒരു ഒരു എന്താണ് കാറ്ററിംഗ് ഫോം ആണെന്ന് വിചാരിച്ചു. അവർ മീൽ കൂപ്പൺസ് ഒരു കമ്പനിക്ക് വിറ്റു 9th ഓഗസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാ വിറ്റേ? അവിടെ ആ കമ്പനിയുടെ എംപ്ലോയീസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 6 മന്ത്സേ ഇതിന് വാലിഡിറ്റി ഉള്ളൂ. കൂപ്പൺ 6 മാസമേ വാലിഡിറ്റി ഉള്ളൂ. ആൻഡ് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻസ്റ്റ് പർച്ചേസ് ഓഫ് ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഫുഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പണാണിത്. അതാണ് കമ്പനി എംപ്ലോയീസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എംപ്ലോയീസ് ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? എംപ്ലോയീസ് യൂസ് ദം ഇൻ വേരിയസ് സ്റ്റോർസ്. എംപ്ലോയീസ് ഇത് പല കടകളിലും പല ഐറ്റംസും പർച്ചേസ് ചെയ്യാനായിട്ട് ഈ ഒരു കൂപ്പൺ ഉപയോഗിക്കുകയാണ് ഡിഫറെന്റ് ഡേറ്റ്സിൽ, ഈ ഒരു 6 മാസ കാലയളവിൽ. അങ്ങനെയാണെങ്കിൽ ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് ദി കൂപ്പൺ അല്ലെങ്കിൽ ടൈം ഓഫ് സപ്ലൈ ഓഫ് ദി കൂപ്പൺസ് എന്തായിരിക്കും? ഡേറ്റ് അല്ലെങ്കിൽ ടൈം ഓഫ് സപ്ലൈ ഓഫ് കൂപ്പൺ ഏത് ഡേറ്റ് ആയിരിക്കും? ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ആണോ, അതായത് 9th ഓഗസ്റ്റ് ആണോ? ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് എന്ന് പറയുമ്പോൾ 9th ഓഗസ്റ്റ് ആണോ, അതോ ഇവര് റെഡീം ചെയ്യുന്ന ഡേറ്റ് ആണോ? പറ. റെഡീം ചെയ്യുന്ന ഡേറ്റ് ആണോ, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ആണോ? സപ്ലൈ ഇവിടെ ഐഡന്റിഫയബിൾ ആണോ അല്ലേ? വേഗം പറയും. കനോട്ട് ബി ഐഡന്റിഫൈഡ്. ഞാൻ പറഞ്ഞില്ലേ, ഏത് കടയിലെ കുറെ കടകളിൽ അവർ കയറുന്നു, കുറെ സാധനം മേടിക്കുന്നു, ഇല്ല ഈ 6 മാസ കാലയളവിൽ. അതുകൊണ്ട് തന്നെ ഐഡന്റിഫയബിൾ അല്ല. Therefore, the time of supply of the coupon is the date of their redemption. എന്നാണോ റെഡീം ചെയ്യുന്നത് ആ ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ. സെക്ഷൻ 12 സെക്ഷൻ 4. ക്ലിയർ ആണോ? എന്നാൽ ഈ കൂപ്പൺ കൊടുത്തിട്ട് ഇയാൾ കമ്പനി പറയാണ് ഇന്ന കടയിൽ പോയി ഇന്ന ഐറ്റം മേടിച്ച് കഴിക്കാം എന്ന് പറയുകയാണെങ്കിൽ അത് ഐഡന്റിഫൈബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് നമുക്ക് എന്തായിട്ട് എടുക്കാം? ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കാം. ഓക്കെ. റിലയബിൾ ഇൻഡസ്ട്രീസ് എ റെഡിമെയ്ഡ് ഗാർമെന്റ് മാനുഫാക്ചറർ. റിലയബിൾ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഒരു റെഡിമെയ്ഡ് ഗാർമെന്റ് മാനുഫാക്ചറർ ആണ്. അവർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നു 10th ജൂലൈയിൽ to their prospective customers for enabling them to buy ready-made garments manufactured by them from their shop. Okay. അപ്പോൾ നമ്മുടെ റിലയബിൾ ഇൻഡസ്ട്രീസ് ഒരു റെഡിമെയ്ഡ് ഗാർമെന്റ് മാനുഫാക്ചർ ആണ്. അത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഇൻവോയ്സ് അല്ല, വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് 10th ജൂലൈയിൽ. കസ്റ്റമേഴ്സിനാണ് വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നത്. എന്തിനാണ് ഈ വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നത്? എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. അവരുടെ കയ്യിൽ നിന്ന്, അവരുടെ കടയിൽ നിന്ന് എന്ത് വാങ്ങാം? റെഡിമെയ്ഡ് ഗാർമെന്റ്സ് വാങ്ങാം. സോ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു? റെഡിമെയ്ഡ് ഗാർമെന്റ്സ് അവിടുന്ന് പർച്ചേസ് ചെയ്യുന്നു 20th ഓഗസ്റ്റ്. ഫൈൻഡ് ദ ടൈം ഓഫ് സപ്ലൈ ഗുഡ്സ്. ഇവിടെ സപ്ലൈ ഐഡന്റിഫൈബിൾ അല്ലേ? എന്നാണ് എന്റെ ചോദ്യം. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്
വൗച്ചർ കൊടുത്തിട്ട് പറയാണ് എന്റെ കടയിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ് മേടിക്കാം. സപ്ലൈ ഐഡന്റിഫയബിൾ ആണ്. സപ്ലൈ ഐഡന്റിഫയബിൾ ആണ്. അതുകൊണ്ട് തന്നെ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? 10th ജൂലൈ. അതായത് ഇൻവോയ്സ് ഇഷ്യൂ വൗച്ചർ ഇഷ്യൂ ചെയ്ത ഡേറ്റ്. വൗച്ചർ ഇഷ്യൂ ചെയ്ത ഡേറ്റ്. ഓക്കെ. അടുത്ത ചോദ്യം. ഷോപ്പ് സ്റ്റോർ എ ലാർജ് റീറ്റെയിലർ who sells various types of products like ready-made garment, jewelry, cosmetics, fabric, shoes, etc. issued the voucher on 10th July to their prospective customers for enabling them to buy any product from their shop. നമ്മുടെ സ്റ്റോപ്പ് സ്റ്റോർ എന്ന് പറയുന്ന ഒരു വലിയ കടക്കാരനാണ്. അവർ പലതരത്തിലുള്ള പ്രൊഡക്റ്റ് ആണ് അവിടെ വിൽക്കുന്നത്. റെഡിമെയ്ഡ് ഗാർമെന്റ് വിൽക്കുന്നുണ്ട്, ജ്വല്ലറി വിൽക്കുന്നുണ്ട്, കോസ്മെറ്റിക് വിൽക്കുന്നുണ്ട്, ഫാബ്രിക് വിൽക്കുന്നുണ്ട്, ഷൂസ് വിൽക്കുന്നുണ്ട്. അവരൊരു വൗച്ചർ കസ്റ്റമേഴ്സിന് ഇഷ്യൂ ചെയ്തു. എന്നിട്ട് പറയാണ് നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും എന്റെ ഷോപ്പിൽ നിന്ന് വാങ്ങാം. ഈ വൗച്ചർ ഉപയോഗിച്ച് എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും എന്റെ ഷോപ്പിൽ നിന്ന് വാങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് 10th ജൂലൈയിൽ ഒരു വൗച്ചർ ഇഷ്യൂ ചെയ്തു. കസ്റ്റമർ റെഡിമെയ്ഡ് ഗാർമെന്റ് 20-ാം തീയതിയാണ് വാങ്ങുന്നത്. കസ്റ്റമർ വാങ്ങുന്ന റെഡിമെയ്ഡ് ഗാർമെന്റ് ആണ്. കണ്ടോ, അത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഈ കടയില്. ഏത് വേണമെങ്കിലും മേടിക്കാമെന്നാണ് സ്റ്റോറുകാരൻ പറയുന്നത്. നോട്ട് ഐഡന്റിഫയബിൾ ആണ്. നോട്ട് ഐഡന്റിഫയബിൾ ആണ്. സോ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ റിഡംഷൻ എന്നാണോ ആ ഒരു വൗച്ചർ റിഡീം ചെയ്തത്, റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ആണ് അയാൾ മേടിച്ചത്. ആ ഡേറ്റ് 20th ഓഗസ്റ്റ്. ഓക്കെ, സീനിലല്ലോ? ക്ലിയർ ആണോ? അയ്യോ ടയർഡായി. ഓക്കെ ആണോ? പറയൂ. ഓക്കെ ആണെങ്കിൽ സെറ്റ് ആണ്. ഇപ്പൊ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഫോർവേഡ് ചാർജ്, ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് റിവേഴ്സ് ചാർജ് പഠിച്ചു. ദെൻ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഫോർവേഡ്, റിവേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ദിവസം പ്ലേസ് ഓഫ് സപ്ലൈ പഠിക്കും കേട്ടോ. നമ്മൾ ഏകദേശം CA CMA ടെസ്റ്റുകളിലെ അത്യാവശ്യം നല്ല പ്രോബ്ലംസ് എല്ലാം ഈ ഒരു ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അഡീഷണൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് PDF-കളിൽ നിന്നൊക്കെ കിട്ടും. അതുകൂടിയൊക്കെ വർക്ക്ഔട്ട് ചെയ്യുക. നമ്മൾ ഇതിൽ ചെയ്യിപ്പിച്ചതിലും കൂടുതലൊന്നും ഒരിടത്തും കാണാൻ ചാൻസ് ഇല്ല. ചാൻസ് ഉണ്ട് എങ്കിൽ എനിക്ക് അയച്ചോളൂ, ഞാനത് സോൾവ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത ദിവസം കാണാം.